Praise Lord. Greetings to all in the majestic name of our Lord and Savior Jesus Christ. Welcome to another session of Let's Talk Bible. നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായി കുറെ സാറ്റർഡേകളായിട്ട് നമ്മൾ വ്യൂവേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. അതിനെല്ലാം നമ്മൾ ഗസ്റ്റിനാൽ കഴിയുന്ന രീതിയിൽ ഗസ്റ്റ് ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. അതിൽ നിന്ന് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇന്നും അതിന്റെ ബാക്കിയായിട്ടുള്ള ചെറിയ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. നമ്മൾ ഒത്തിരി ആകുലങ്ങളും വ്യാകുലതകളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു ആശ്വാസ വചനം അത് നമ്മുടെ കർത്താവിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അതൊരു ആശ്വാസമാണ് അല്ലെ? പലർക്കും ഒരു ആശ്വാസമാണ്. അങ്ങനെ ഈ ഒരു സെഷൻസ്, ഇനിയുള്ള സെഷൻസ്, ഇതുവരെയുള്ള സെഷൻസ് എല്ലാവർക്കും ഒരു അനുഗ്രഹവും ആശ്വാസവും സംശയങ്ങളൊക്കെ മാറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സെഷൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Let's invite today's guest, as always, Pastor Finisi Yohanan. Pastor, welcome to the session. Lord Steffi, praise the Lord. Praise the Lord, Pastor. For inviting me. And once again, thank you so much for joining again. നമ്മളിപ്പം 3 ദിവസമായിട്ട് അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒന്നും മാറാതെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ഫോർ ദാറ്റ്. ഇന്ന് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിത് മാറ്റി വെക്കാൻ കാരണം നമ്മളിത് ഇടയ്ക്ക് നമ്മൾ തമ്മിലൊക്കെ ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പം എനിക്ക് തോന്നി ദിസ് ഈസ് എ ഗുഡ് ടോപ്പിക്. ഇത് മറ്റുള്ളവരും കൂടെ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയ ഒരു ടോപ്പിക് ആണിത്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് പ്രൊഫസി? ആരാണ് പ്രൊഫറ്റ്സ്? ഹൗ യു അക്നോളജ് ദം? പ്രോഫറ്റ്സിനെ കുറിച്ച്, വേദപുസ്തകത്തിലെ പ്രോഫറ്റ്സിനെ കുറിച്ചാണ് ചോദ്യം അല്ലേ? അതെ. ഓക്കെ, വാട്ട് ഈസ് പ്രോഫസി? പിന്നെ എന്താ ചോദിച്ചേ? വാട്ട് ഈസ് പ്രൊഫസി? ഹു ആർ പ്രൊഫറ്റ്സ്? ഹൗ യു അക്നോളജ് ദം? ഓക്കെ, ഈ പ്രോഫറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴേ വി ക്യാൻ സീ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ്. ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സിൻ്റെ മിഷൻ, അവരെ ദൈവം അയച്ചതിൻ്റെ പർപ്പസ്, ന്യൂ ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സിൻ്റെ മിഷൻ എന്താണ്? ഇതിന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നമ്മൾ കാണുന്ന ശുശ്രൂഷകൾ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ശുശ്രൂഷകളായിരുന്നു രാജാവ്, അതുപോലെ തന്നെ പുരോഹിതൻ, പ്രോഫറ്റ്, പ്രവാചകൻ, ലേവ്യൻ. ഇങ്ങനെ 4 ശുശ്രൂഷകളാണ് പ്രധാനമായിട്ടും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ഇത് 4 ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു. രാജാവ് എന്ന് പറയുമ്പോൾ അത് ദൈവിക ശുശ്രൂഷയാണോ? പഴയ നിയമത്തിലെ കൺസെപ്റ്റ് അതായിരുന്നു. പഴയ നിയമത്തിൽ ദൈവമാണ് രാജാക്കന്മാരുടെ രാജാവ്, മഹാരാജാവ് ദൈവമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന നേഷ്യനെ ദൈവം തിരഞ്ഞെടുത്ത് അവൻ്റെ രാജ്യമാക്കിയിരിക്കുകയാണ്. ദൈവമാണ് മഹാരാജാവ്. ഭൂമിയിൽ അവർക്ക് രാജാക്കന്മാരുണ്ടായിരുന്നു. ആ രാജാക്കന്മാരൊക്കെ ദൈവത്തിൻ്റെ കീഴിലുള്ള ദൈവത്തിൻ്റെ പ്രതിനിധികളായി ദൈവത്തിന് വേണ്ടി രാജ്യം ഭരിക്കുന്നവരായിരുന്നു. അതിനെ ഒരു ശുശ്രൂഷയായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ലേവ്യന്മാരുണ്ടായിരുന്നു. ഈ 4 കൂട്ടർക്കും 4 ജോലിയാണ് ദൈവം ഏൽപ്പിച്ചിരുന്നത്. രാജാവിൻ്റെ ജോലി ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യുന്നവനായിട്ടാണ് രാജാവിനെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കിങ്ങിനൊരു ഡ്യൂട്ടിയുണ്ട്. ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭൂമിയിൽ ഭരിക്കുക, ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ രാജാവ്, പഴയ നിയമത്തിലെ ഒരു ടിപ്പിക്കൽ രാജാവെന്ന് പറയുന്നത് ദാവീദാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ദാവീദിൻ്റെ ജീവിതത്തിൽ കിങ്ങിൻ്റെ ശുശ്രൂഷ മാത്രമല്ലായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. ദാവീദ് അതോടൊപ്പം തന്നെ ഒരു പ്രോഫറ്റായിരുന്നു. ദാവീദ് അതോടൊപ്പം തന്നെ ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷയും ദാവീദ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോഫറ്റ്, ദാവീദിൻ്റെ പ്രവചനങ്ങളുണ്ട് അല്ലേ? സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദിൻ്റെ പ്രവചനങ്ങളുണ്ട്. പ്രോഫറ്റായിരുന്നു, പുരോഹിതനുമായിരുന്നു. കാരണം പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കുവാൻ കഴിയുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചു, യാഗം കഴിച്ചു. യാഗം കഴിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ബലിപീഠത്തിന്മേൽ തീയിറങ്ങി.
ദാവീദ് ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട്. പുരോഹിതൻ്റെ ജോലിയാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ കിങ്ങായ ദാവീദിൻ്റെ അകത്ത് ബാക്കി പല മിനിസ്ട്രിയും നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന മിനിസ്ട്രി ആയിരുന്നു കിങ്ങിൻ്റെ മിനിസ്ട്രി, രാജാവിൻ്റെ അഭിഷേകം, റോയൽ അനോയിൻറ്റിങ്. പഴയ നിയമത്തിലെ രണ്ടാമത്തെ ശുശ്രൂഷയിൽ രണ്ടാമത്തെ സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിയാണ് പ്രവാചകൻ. പ്രവാചകൻ്റെ ജോലി പറയുന്നതിന് മുമ്പേ പുരോഹിതൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് പറയണം. പുരോഹിതൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ പുരോഹിതൻ്റെ ഡ്യൂട്ടി നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഏലി പുരോഹിതൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ദൈവപുരുഷൻ ഏലി പുരോഹിതനോട് പറയുന്ന ദൂത്, സന്ദേശം, ആ പ്രവചനം, ആ ഭാഗത്ത് എന്താണ് പുരോഹിതൻ്റെ ജോലിയെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുരോഹിതൻ്റെ ജോലി ബേസിക്കലി ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുക എന്നുള്ളതായിരുന്നു പുരോഹിതൻ്റെ ജോലി. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുക. മനുഷ്യന് ദൈവത്തോട് ചെന്ന് പറയേണ്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് പറയുക എന്ന ജോലിയാണ് പുരോഹിതന് ചെയ്യേണ്ട ജോലി. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 28-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പുരോഹിതൻ്റെ ജോലി അവിടെ കാണുന്നുണ്ട്. എൻ്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എൻ്റെ സന്നിധിയിൽ ഏഫോദ് ധരിക്കുവാനും ഞാൻ അവനെ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. 3 ജോലിയാണ് ഒരു പുരോഹിതനുള്ളത്. 1 യാഗപീഠത്തിന്മേൽ കയറുക, 2 ധൂപം കാട്ടുക, 3 ഏഫോദ് ധരിക്കുക. യാഗപീഠം കയറുക എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കുവാനുള്ള ജോലി. ധൂപം കാട്ടുക, പുരോഹിതൻ എല്ലാ ദിവസവും ആലയത്തിൽ ധൂപം കാട്ടണമായിരുന്നു, അത് വർഷിപ്പിനെ കാണിക്കുന്നത്. 3-ാമത്തേത് ഏഫോദ് ധരിക്കുക. ഏഫോദ് എന്ന് പറഞ്ഞാൽ ഏഫോദിലാണ് ഊറീമും തുമ്മീമും ഉള്ളത്, വെളിപ്പാടും സത്യവും ഉള്ളത്. ഏഫോദ് ഉപയോഗിച്ചാണ് ദൈവജനത്തിനുള്ള ആലോചന കൊടുക്കേണ്ടത്. അപ്പോൾ ദൈവജനത്തിന് ആലോചന കൊടുക്കുക. അത് മാത്രമല്ല, ഈ പുരോഹിതൻ്റെ, പ്രത്യേകിച്ചും മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൽ, മാർക്കവചത്തിൽ 12 ഗോത്രങ്ങളുടെയും പേരെഴുതിയ കല്ലുകൾ പതിച്ചിട്ടുണ്ട്. 12 കല്ലുകൾ. ആ 12 കല്ലുകൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മഹാപുരോഹിതൻ ആ 12 ഗോത്രങ്ങളെയും തൻ്റെ മാറിൽ വഹിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്നത്. അത് മധ്യസ്ഥതയെ കാണിക്കുന്നതാണ്. ആ 12 ഗോത്രങ്ങളുടെ പ്രതിനിധിയായി അവരെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാണ് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. ജനത്തിൻ്റെ വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക. ഇതൊക്കെയാണ് പുരോഹിതൻ്റെ ജോലി. അപ്പോൾ പുരോഹിതൻ്റെ ജോലി എന്തുവാ? മനുഷ്യന് ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഒരു മധ്യസ്ഥനെ പോലെ ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് പുരോഹിതൻ്റെ ജോലി. പ്രവാചകൻ്റെ ജോലി ഇതിൻ്റെ നേരെ എതിരാണ്. പ്രവാചകൻ ചെയ്യുന്നത് ദൈവത്തിന് മനുഷ്യനോട് എന്താണ് സംസാരിക്കാനുള്ളത്, അത് ദൈവത്തിൻ്റെ മൗത്ത് പീസായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ ജോലി. ഞാൻ ഏത് പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്? പഴയ നിയമ പ്രവാചകനെ കുറിച്ച്. പിന്നെ ലേവ്യൻ യഹൂദന്മാരുടെ ഇടയിൽ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവം അവരുടെ ആത്മിക ശുശ്രൂഷകൾക്ക് വേണ്ടി ആക്കിയിരുന്ന ശുശ്രൂഷകനാണ് ലേവ്യൻ. ഓക്കെ, പ്രവാചകനാണല്ലോ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം. അതുകൊണ്ട് പ്രവാചകനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ പഴയ നിയമ പ്രവാചകൻ ആരാണ്? ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്ന് മനുഷ്യനോട് ദൈവത്തിന് പറയാനുള്ള സന്ദേശങ്ങൾ എത്തിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. ഒരു രീതിയിൽ ഒരു മധ്യസ്ഥനെ പോലെ ഇടയ്ക്ക് നിൽക്കുന്നവനാണ് പ്രവാചകൻ. ചിലരെ അങ്ങനെ ദൈവം പ്രവാചകന്മാരായിട്ട് തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ചവരെ ദൈവം ഉപയോഗിച്ചു. പ്രവാചകൻ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം നബി എന്ന പദമാണ്. നബി എന്ന പദത്തിന് തിളച്ചു മറിയുന്നവൻ എന്നാണ് അർത്ഥം. നബി, തിളച്ചു മറിയുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ശുശ്രൂഷ പഴയ നിയമത്തിലൊക്കെ പഠിച്ചു നോക്കിയാൽ അങ്ങനെയായിരുന്നു. അവരുടെ ഉള്ളിലെ ആ ദൈവിക സന്ദേശം വന്നു കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന അൺട്രസ്റ്റ്, ഒരു വലിയ തിളച്ചു മറിയുന്ന ഒരു വ്യക്തിയെപ്പോലെ ആ ദൂതിൻ്റെ പവർ കൊണ്ട്, ആ ദൂതിൻ്റെ ഗൗരവം കൊണ്ട് വലിയ
ഒരു വലിയ എന്താ പറഞ്ഞ സമരം, ഒരു വലിയ സംഘർഷം അവൻ്റെ ഉള്ളിൽ അനുഭവിച്ച് ഒരു ഭ്രാന്തനെ പോലെ വിളിച്ചു പറയുന്നൊരു വ്യക്തി, അതായിരുന്നു പ്രവാചകൻ, പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകൻ. പുതിയ നിയമത്തിലും പ്രവാചകനുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവാചകൻ പഴയ നിയമത്തിലെ പ്രവാചകനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യസ്തനാണ്. ഇനി ശ്രദ്ധിക്കണം, പഴയ നിയമത്തിൽ ഞാൻ 4 ശുശ്രൂഷകൾ പറഞ്ഞല്ലേ, ഇതുപോലെ പുതിയ നിയമത്തിൽ 5 തരത്തിലുള്ള ശുശ്രൂഷകളാണുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്നത് 5-fold മിനിസ്ട്രി എന്നാണ് വിളിക്കുന്നത്. 5 തരത്തിലുള്ള ശുശ്രൂഷകൾ. ഒരെണ്ണം എക്സ്ട്രായുണ്ട് പുതിയ നിയമത്തിൽ. 5-fold മിനിസ്ട്രിയിൽ ഒന്നാമത്തെ മിനിസ്ട്രിയാണ് അപ്പോസ്തോലൻ. പഴയ നിയമത്തിലെ ഒന്നാമത്തെ മിനിസ്ട്രി കിങ് ആയിരുന്നുവെങ്കിൽ, രാജാവായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിലെ ഒന്നാമത്തെ മിനിസ്ട്രി അപ്പോസ്തോലനാണ്. ഞാൻ ടിപ്പിക്കൽ രാജാവായിട്ട് ദാവീദിനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ രാജാവിൻ്റെ അകത്ത് ഒരു രാജാവുണ്ടായിരുന്നു, പ്രവാചകനുണ്ടായിരുന്നു, പുരോഹിതനുണ്ടായിരുന്നു, ഇതെല്ലാം ഒന്നിച്ചായിരുന്നു രാജാവായ ദാവീദ്. അപ്പോൾ അത് വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ. ഒരു ശുശ്രൂഷകൻ്റെ അകത്ത് തന്നെ പല ശുശ്രൂഷകൾ ഒന്നിച്ച് വെളിപ്പെടുക. ഇതുപോലെ തന്നെ പുതിയ നിയമ ശുശ്രൂഷയുടെ ഒന്നാമത്തെ ശുശ്രൂഷയാകുന്ന അപ്പോസ്തോലൻ എന്ന ശുശ്രൂഷയിൽ ബാക്കി പുതിയ നിയമ ശുശ്രൂഷകളൊക്കെ വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. ബാക്കി പുതിയ നിയമ ശുശ്രൂഷകൾ ഏതാ? ഒന്നാമത് അപ്പോസ്തോലൻ, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ഇടയൻ, അഞ്ചാമത് ഉപദേഷ്ടാവ്. ഇങ്ങനെയുള്ള 5 ശുശ്രൂഷകൾ, 5-fold മിനിസ്ട്രി എന്നാണ് പറയുന്നത്. പുതിയ നിയമസഭയ്ക്കുള്ള 5 ശുശ്രൂഷകൾ. ഇനിയും ഈ 5 ശുശ്രൂഷകൾ മാത്രമല്ല, മറ്റ് ശുശ്രൂഷകൾ കൂടെ ചെയ്യുന്നവരുണ്ട്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് വിശകലനങ്ങളിലേക്ക് കടക്കാം. അതിനെക്കുറിച്ച് നല്ലൊരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണമേ. എനിക്കൊന്ന് നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വരുമെന്ന്. 1 മിനിറ്റത്തെ ഒരു ബ്രേക്ക്. ഡാനി, ഒരു ബ്രേക്ക് ഒന്ന് എടുത്തേ. ഓക്കെ, ട്രെയിലറിൻ്റെ ഓക്കെ, 1 മിനിറ്റ്. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ദർ വാസ് സം പ്രോബ്ലം, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബ്രേക്ക് എടുത്തത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ അത് സോൾവ് ആയെന്ന് തോന്നുന്നു. നമ്മുടെ കണക്ഷൻ ഓക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ നിയമത്തിൽ 5 ശുശ്രൂഷകളുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ശുശ്രൂഷയാണ് പ്രവാചകൻ്റെ ശുശ്രൂഷ. ഒന്നാമത്തെ ശുശ്രൂഷ അപ്പോസ്തോലൻ്റെ ശുശ്രൂഷ. ഈ അപ്പോസ്തോലൻ്റെ ശുശ്രൂഷയിൽ ബാക്കിയുള്ള 4 ശുശ്രൂഷകൾ. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ അപ്പോസ്തോലൻ അപ്പം ശരിക്കും ഈ നമ്മള് പാസ്റ്റർമാരെയൊക്കെ അപ്പോസ്തലൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ഇത് 5 ഡിഫറെന്റ് ഇതാന്ന് പറയുന്നു. അപ്പോസ്തോലിൽ ഇതെല്ലാം ഉണ്ടെന്നും പറയുന്നു. സോ ശരിക്കും അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലൻ അങ്ങനെ നമ്മൾ പറയാറില്ലേ, ഡിസിപ്ലിൻ ആ ഒരു ഇതിനെയാണോ അപ്പോസ്തലൻ എന്ന് പറയണേ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോസ്തലന്റെ ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ. പഴയ നിയമത്തിലെ രാജാവാണ് ഏറ്റവും ശ്രേഷ്ഠം, അല്ലേ? ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷയിലും ഒരു ടിപ്പിക്കൽ രാജാവിലുണ്ടായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയായിരുന്നു പഴയ നിയമത്തിലെ രാജാവ്. അതുപോലെ പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് അപ്പോസ്തലൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പുതിയ നിയമത്തിലെ റോയൽ അനോയിൻറ്റിംഗ് ആണ് അപ്പോസ്തല ശുശ്രൂഷ. അത് ചെറിയ ശുശ്രൂഷയല്ല. അത് പുതിയ നിയമ ശുശ്രൂഷയുടെ ഏറ്റവും ക്രൗൺ ആയിട്ടുള്ള, കിങ്ലി ആയിട്ടുള്ള, റോയലായിട്ടുള്ള ശുശ്രൂഷയാണ് അപ്പോസ്തല ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ ഈ അപ്പോസ്തോലൻ എന്ന പേര് നമുക്ക് കിട്ടാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ്. കാരണം ഏറ്റവും ടോപ്പ് ശുശ്രൂഷയാണ്. ഞാനൊരു അപ്പോസ്തോലനാണെന്ന് അറിയപ്പെടുന്നതിൽ അത് വളരെ ടോപ്പ് ശുശ്രൂഷയാണ്. പക്ഷേ
അതിനകത്തൊരു അപകടമുള്ളത് എല്ലാവരും അപ്പോസ്തലന്മാരല്ല. ഇന്ന് നമ്മൾ ഒത്തിരി പേരിങ്ങനെ അപ്പോസ്തലൻ എന്നൊക്കെ പേര് വെക്കുന്നത് കണ്ടിട്ടില്ലേ? അത് നിർബന്ധമില്ല അവരെല്ലാം അപ്പോസ്തലന്മാരാണെന്ന്. ചിലർ അവർ തന്നെ പേര് വെക്കുന്നു, ചിലർ അവരെ അറിയാവുന്നവർ അവർക്ക് അങ്ങനെ ഒരു പേരങ്ങ് വിളിക്കുന്നു. സ്വർഗത്തിൻ്റെ ലിസ്റ്റിൽ അവരെ അപ്പോസ്തലനാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോസ്തലൻ, പുതിയ നിയമസഭയുടെ അപ്പോസ്തലനെ നമുക്കിങ്ങനെ പഠിപ്പിക്കാം. ഒന്ന്, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ യേശു തിരഞ്ഞെടുത്ത 12 പേരുണ്ടായിരുന്നു അല്ലേ? അവരുൾപ്പെട്ട് നിന്ന ഗ്രൂപ്പാണ് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ. പത്രോസും മാത്യുവും ലൂക്കും മാത്യുവും ജെയിംസും ജോണും ആൻഡ്രൂസും തോമസും ഇവരൊക്കെ ആരാ? ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാണ്, ശിഷ്യന്മാരാണ്. എന്നാൽ പ്രവർത്തികളുടെ പുസ്തകമാകുമ്പോൾ ആ 12 പേരുടെ ലിസ്റ്റിലില്ലാത്ത ചിലരെ പിന്നെയും അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു പൗലോസിനെ ദൈവം എന്ത് ചെയ്തു? ഒരു അപ്പോസ്തലനാക്കി നിയമിച്ചു സഭയ്ക്കകത്ത്. അതിനുള്ള തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ വേദപുസ്തകം പഠിപ്പിക്കുന്നവരുടെ അഭിപ്രായം അനുസരിച്ച് യൂദ ഒഴിഞ്ഞുപോയ ആ ഗ്യാപ്പിൽ ദൈവം നിയോഗിച്ചത് പൗലോസിനെയാണ്. എന്നാൽ അതല്ലാതെ മറ്റു ചിലരെ പിന്നെയും അപ്പോസ്തലൻ എന്ന പേരിൽ വേദപുസ്തകത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പം പ്രശ്നമായി. ആരാണ്? ഉദാഹരണത്തിന് ബർണബാസിനെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ബർണബാസ് എങ്ങനെ അപ്പോസ്തലനായത്? ആ 12 പേരിൽ ഒരുവനല്ലല്ലോ ബർണബാസ്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ, അവർ സഭയുടെ അപ്പോസ്തലന്മാരാണ്. ക്രിസ്തു സഭ സ്ഥാപിതമാക്കപ്പെട്ട ശേഷം സഭ അപ്പോസ്തലന്മാരായി നിയമിച്ചവരിൽ പെട്ടവരാണ് ബർണബാസ്, അല്ലെങ്കിൽ ബർണബാസിനെ പോലെയുള്ള അടുത്ത ജനറേഷനിലെ ലീഡർഷിപ്പ്, സഭയുടെ അപ്പോസ്തലന്മാർ. അപ്പോൾ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ കേവലം 12 പേര് മാത്രമല്ല. ആ 12 പേര് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു. കാരണം ക്രിസ്തുവാണ് അവരെ അയച്ചത്. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. യേശുവിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുണ്ട്, അറിയാമോ? യേശുവിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുണ്ട്. എവിടെ വിളിച്ചിരിക്കുന്നത്? എബ്രായ ലേഖനത്തിൽ. യേശുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ യേശുവിനെ വിളിച്ച മറ്റൊരു ടൈറ്റിലാണ് അപ്പോസ്തലൻ. എബ്രായ ലേഖനത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനും അല്ലേ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും എന്നാണ് എബ്രായ ലേഖന കർത്താവ് യേശുവിനെ വിളിച്ചിട്ടുണ്ട്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും. അപ്പൊ യേശു എങ്ങനെ അപ്പോസ്തലനാകുന്നത്? യേശുവിനെ അയച്ചതാ. ആരാ അയച്ചത്? പിതാവാണ് അയച്ചത്. അപ്പോൾ ദൈവം ഭൂമിയിലേക്ക് അയച്ച അപ്പോസ്തലനാണ് യേശു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം തൻ്റെ സന്ദേശവാഹകനായി തൻ്റെ ജോലി ചെയ്യുവാൻ ഭൂമിയിലേക്ക് യേശുവിനെ അയച്ചു. ഇതുപോലെ തന്നെ അപ്പോസ്തലൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? അയക്കപ്പെട്ടവൻ എന്ന ആ പദത്തിൻ്റെ അർത്ഥം അല്ലേ? ദ വൺ ഹു ഈസ് സെൻഡ് ഔട്ട്, അയക്കപ്പെട്ടവൻ. ഒരു എമിസറിയാണ്, ഒരു സ്പെഷ്യൽ പർപ്പസോടുകൂടെ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. യേശു കർത്താവ് അയച്ച 12 പേര് അവരും അപ്പോസ്തലന്മാരാണ്. കാരണം യേശു അവരെ അയച്ചിരിക്കുന്നു. സഭ അയച്ചവരുണ്ട്. പൗലോസിനെയും ബർണബാസിനെയും അന്ത്യോക്യയിലെ സഭ ആക്ട്സ് ചാപ്റ്റർ 13 നമ്മൾ കാണുന്നു. പ്രാർത്ഥിച്ച് അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി നിയോഗിച്ചയച്ചു. അപ്പോൾ സഭയാണ് അവരെ നിയോഗിച്ചയച്ചത്. അപ്പോൾ സഭയുടെ അപ്പോസ്തലന്മാരെന്ന് അതുകൊണ്ട് അവരെ നമുക്ക് വിളിക്കാം. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അപ്പോസ്തലന്മാരുണ്ട്. ഈ കാലഘട്ടത്തിലുമുണ്ട്. നമ്മുടെ സമയത്തും ധാരാളം അപ്പോസ്തലന്മാരുണ്ട്. പക്ഷേ അപ്പോസ്തലൻ എന്ന് പേര് വെച്ചവരെല്ലാം അപ്പോസ്തലനാകണമെന്നില്ല. അപ്പോസ്തലൻ്റെ ശുശ്രൂഷ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ക്രൗൺ ആണ്, ഏറ്റവും ടോപ്പ് ശുശ്രൂഷയാണ്. അത് വളരെ റെയറാണ്, എല്ലാവർക്കും കിട്ടുന്ന ശുശ്രൂഷയല്ല. പക്ഷേ ഇന്നത്തെ ഒരു ഫാഷനാണ് പാസ്റ്റർ എന്ന് വെക്കാൻ ആളുകൾക്ക് ഇഷ്ടമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം? ആളുകൾ പാസ്റ്റർ എന്ന് വെക്കത്തില്ല. ആളുകൾ വെക്കുന്നത് ഒന്നീ ബ്രദർ എന്ന് വെക്കും. പാസ്റ്റർ എന്ന് വെക്കാതെ ബ്രദർ എന്ന് വെക്കും. എനിക്കറിയാം, പാസ്റ്റർ എന്ന് വെച്ചുകൊണ്ടിരുന്നവർ പോലും പാസ്റ്റർ എടുത്ത് കളഞ്ഞിട്ട് ബ്രദർമാരായി മാറിയ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അതൊരു ട്രെൻഡാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു നാണംകേടാണെന്നും എന്തോ ഒരു കളിപ്പീര് പാർട്ടിയാണെന്നും ഒക്കെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ആ നിന്ന വഹിക്കാൻ വയ്യ. ഞാൻ ബ്രദറാണെന്ന് പറഞ്ഞാൽ ഓക്കെ, കുറച്ചുകൂടെ എന്തോ ഒരു മാന്യത അതിന് കൈവരുന്നത് പോലൊരു തോന്നൽ. അതുകൊണ്ട് പാസ്റ്റർ എന്ന് വെക്കാൻ നിന്ന ആളുകൾക്ക് മടിയാണ്. ഒന്നീ ബ്രദർ എന്ന് വെക്കും, അല്ലെങ്കിൽ പിന്നെ ചിലർ വെക്കുന്നത് പ്രോഫറ്റ് എന്നാണ് വെക്കുന്നത്, പിന്നെ ചിലർ വെക്കുന്നത് അപ്പോസ്തലൻ എന്നാണ് വെക്കുന്നത്. ഇതൊക്കെ അവർ തന്നെ എഴുതി വെച്ച ടൈറ്റിൽ എന്നല്ലാതെ
അതിലപ്പുറമായിട്ടൊന്നുമില്ല. അവരെഴുതി വെച്ചു, അവർ തന്നെ അങ്ങ് ക്ലെയിം ചെയ്തു, ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പ്രോഫറ്റാണ്. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോസ്തലൻ്റെ ശുശ്രൂഷ വളരെ റെയറാണ്. ഈ കാലഘട്ടത്തിൽ എത്ര അപ്പോസ്തലന്മാർ കാണും? ലോകത്തിലൊക്കെ വളരെ ഫ്യൂ. പേര് വെച്ചവർ ആയിരക്കണക്കിന് കാണും, പക്ഷെ അവരൊന്നും യേശു അംഗീകരിച്ചവരല്ല. അവർ പേര് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ആരെങ്കിലും പേര് കൊടുത്തുകൊണ്ടോ ആരും അപ്പോസ്തലനാകത്തില്ല. വളരെ റെയറായിട്ടുള്ള പുതിയ നിയമസഭയുടെ ശുശ്രൂഷയുടെ ക്രൗൺ ആണ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ. അപ്പോസ്തലൻ്റെ ശുശ്രൂഷ അപ്പോസ്തലനാണെന്ന് തെളിയിക്കപ്പെടണം. പൗലോസ് പറയുന്നുണ്ട് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയുടെ മുദ്ര അല്ലെങ്കിൽ അടയാളം എന്താണ്. പൗലോസ് ചോദിക്കുന്നുണ്ട്. പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തവരുണ്ട്. പൗലോസിനോട് ചോദിച്ചു, നീ അപ്പോസ്തലനാണോ എന്ന് ചോദ്യം ചെയ്തവരുണ്ട്. അതിന് മറുപടി പൗലോസ് കൊടുത്തു. തൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ തെളിവ് പൗലോസ് നിരത്തി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആ തെളിവ് വെച്ച് ശോധന ചെയ്ത് നോക്കിയാൽ, എക്സാമിൻ ചെയ്ത് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കിയാൽ ഈ പറയുന്ന പലരും അപ്പോസ്തലന്മാരല്ല. ആ ശുശ്രൂഷയ്ക്കുള്ള തെളിവുകളുണ്ട്. അത് പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനിടയും. പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലയോ? താൻ എഴുതുന്ന സഭയോട് ചോദിക്കുക. അവൻ്റെ അപ്പോസ്തലത്തിൻ്റെ മുദ്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവ്, പ്രൂഫ് വേണം, എവിഡൻസ് വേണം. അവൻ അപ്പോസ്തലനാണെന്നുള്ളതിൻ്റെ എവിഡൻസ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുണ്ട്. ക്രിസ്തു തന്നെ ദൈവത്തിൻ്റെ അപ്പോസ്തലനായിട്ടാണ് ഭൂമിയിൽ വന്നത്. സഭയയച്ച സഭയുടെ അപ്പോസ്തലന്മാരുണ്ട്. ഈ നൂറ്റാണ്ടിലെ സഭയ്ക്കും ഈ നൂറ്റാണ്ടിൽ ഭൂമിയിലുള്ള മണവാട്ടി സഭയ്ക്കും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സഭയുടേതാകുന്ന അപ്പോസ്തലന്മാരുണ്ട്, വേണം. കാരണം പൗലോസും പത്രോസും ഇന്ന് ജീവനോടില്ല. ഉണ്ടോ? ഇല്ല. അവർക്കിന്ന് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നൂറ്റാണ്ടിലെ സഭയെ ശുശ്രൂഷിക്കേണ്ടത് ആരാ? ഈ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരാണ്. പക്ഷേ എനിക്കുള്ള ഒരു കൺസേൺ ഇത്രയും മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോസ്തലനാണെന്ന് ആരെങ്കിലും ഒരാൾ സ്വയമായിട്ട് പേര് വെക്കുകയോ ചുമ്മാതെ പേര് വിളിക്കുകയോ ചെയ്യാതെ അവരുടെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര, അവരുടെ അപ്പോസ്തലത്വത്തിൻ്റെ അംഗീകാരം ദൈവത്തിൻ്റെ വചനത്താൽ തെളിയിക്കപ്പെട്ടിരിക്കണം. എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഒരു അപ്പോസ്തലൻ്റെ ലക്ഷണം പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തില്ല, വലിയ സബ്ജക്റ്റാണ്. പക്ഷേ പൗലോസ് പറയുന്നത്, ഒരുവൻ അപ്പോസ്തലനാകണമെങ്കിൽ ഒന്നാമത് പൗലോസ് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലയോ? ക്രിസ്തുവിനെ കാണണം. മനക്കണ്ണുകൊണ്ടല്ല, ആത്മക്കണ്ണുകൊണ്ടല്ല. പൗലോസ് അനുഭവിച്ചതുപോലെ റെയർ ഓഫ് ദ റെയറസ്റ്റ് കൈൻഡ് ഓഫ് എൻകൗണ്ടർ. യേശു ഇറങ്ങി വരുന്നു, അവൻ്റെ മുറിയിലേക്ക് ഇറങ്ങി വരുന്നു. യേശു അല്ലേ, ഒന്നിലധികം തവണ പൗലോസ് ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു. അത് അപ്പോസ്തലത്വത്തിൻ്റെ അടയാളമായിട്ടാണ് പൗലോസ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അപ്പോസ്തലനാണെന്ന്. ആളുകൾക്ക് വേണേൽ വിളിക്കാം, ഫിന്നി പാസ്റ്റർ ഒരു അപ്പോസ്തലനാണ് കേട്ടോ, എനിക്കത് കേട്ടിട്ട് കോളർ പിടിച്ചിടാം. പക്ഷേ തെളിവ് വെച്ച് നോക്കുമ്പോൾ, അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെട്ട ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ എനിക്കതിന് യോഗ്യതയില്ല. കാരണം ഇന്ന് വരെ എൻ്റെ മുറിക്കകത്തേക്ക് യേശു ഇറങ്ങി വന്ന അങ്ങനെ ഒരു എൻകൗണ്ടർ ഞാൻ അനുഭവിച്ചിട്ടില്ല. യേശുവിൻ്റെ സാന്നിധ്യം പല സമയങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അല്ലേ പ്രസൻസ് എൻ്റെ പ്രാർത്ഥനകളിൽ എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ പൗലോസ് കണ്ടതുപോലെ ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ എന്ന് പറയുന്ന, പൗലോസ് കണ്ടതുപോലെ ഒരനുഭവം, ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് നാളെ ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് ആ യോഗ്യതയായി, യോഗ്യതയുടെ ഒന്നാമത്തെ ഘട്ടമായി. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായില്ല. എന്നാൽ അങ്ങനെ യേശുവിനെ കണ്ട അപ്പോസ്തലന്മാർ ഇന്ത്യയിൽ ഇന്നും ജീവനോടുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. നമുക്കവരെ അപ്പോസ്തലൻ എന്ന് വിളിക്കാം. ഞാൻ ആരുടെയെങ്കിലും പേരെടുത്ത് പറയുന്നത് മറ്റാരും കുറവുള്ളവരാണെന്ന് പറയാൻ വേണ്ടിയല്ല, ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യാനുമല്ല, ഉദാഹരണം പറയുകയാണ്. എൻ്റെ വിശ്വാസത്തിൽ ഇന്ത്യയിൽ അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ ഇന്നുള്ളത് പലരുണ്ട് കേട്ടോ. അതിൽ ഒരാളുള്ളത് പാസ്റ്റർ എം പൗലോസാണ്, രാമേശ്വരം എം പൗലോസ്. എം പൗലോസ് പാസ്റ്റർ മുറിക്കകത്തേക്ക് യേശു ഇറങ്ങി വന്ന അനുഭവമുണ്ട് അല്ലേ. യേശു മുറിക്കകത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞത് എനിക്കൊരിക്കലും മറന്നുകൂടാ, മറക്കാൻ കഴിയില്ല. അപ്പോസ്തലത്വത്തിൻ്റെ ഒന്നാമത്തെ അടയാളമാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടൊരു തെളിവാണ് ഒരാൾ അപ്പോസ്തലനാണെന്നുള്ളത്. ഇന്ന് അപ്പോസ്തലൻ എന്ന് പേര് വെക്കുന്ന പലരോടും എനിക്ക് ആ ചോദ്യം ചോദിക്കണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? യേശുവിനെ സ്വന്തം ആത്മക്കണ്ണുകൊണ്ടല്ല കേട്ടോ, നോട്ട് ഇൻ എ സ്പിരിച്വൽ വേ. നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾക്കൊണ്ട് യേശുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? പൗലോസ് പറയാം, ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത്, എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ പൗലോസിലൂടെ രക്ഷിക്കപ്പെട്ട സഭകൾ സ്ഥാപിക്കണം. രണ്ടാമത്തെ അപ്പോസ്തലത്വത്തിൻ്റെ തെളിവാണ് ഈ അപ്പോസ്തലൻ എന്ന് പറയുന്ന വ്യക്തി പല സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കണം. ആത്മാക്കൾ അവൻ്റെ മീറ്റിങ്ങിൽ വിടുവിക്കപ്പെടണം. ആത്മിക ശുശ്രൂഷയിൽ അനേകം രക്ഷിക്കപ്പെട്ട അനുഭവം അവൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടാകണം. രണ്ടാമത്തെ തെളിവ് അപ്പോസ്തലത്വത്തിൻ്റെ
രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ അപ്പോസ്തലത്വത്തിൻ്റെ ഒരു തെളിവ്, ഒത്തിരി തെളിവുണ്ട്, ഞാൻ വേഗത്തിലൊക്കെ പറയാം. മൂന്നാമത്തെ ഒരു തെളിവ്, ക്രിസ്തുവിൻ്റെ കഷ്ടം സ്വന്തം ശരീരത്തിൽ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി 2 തല്ലെങ്കിലും കൊണ്ടിരിക്കണം. തല്ല് കൊള്ളാത്ത, യേശുവിന് വേണ്ടി 2 അടി കൊള്ളാത്ത ഒരു വ്യക്തിക്കും അവൻ്റെ പേരിൻ്റെ പുറകിൽ അപ്പോസ്തലൻ എന്ന പേര് വെക്കാൻ ഞാൻ ഒരു സാധുത, ഒരു അംഗീകാരം കാണുന്നില്ല. കാരണം പൗലോസിനെയാണ് ഞാൻ അടിസ്ഥാനപ്പെടുത്തുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ടില്ലയോ? അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക, ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ അടി കൊണ്ടത്, യേശു അടി കൊണ്ടതുപോലെ, യേശു വേദനിച്ചതുപോലെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി അടികൊള്ളുക, വേദന അനുഭവിക്കുക. പൗലോസിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു വ്യക്തി, അടികൊണ്ടൊരു വ്യക്തി, കല്ലേറ് കൊണ്ടൊരു വ്യക്തി വേദപുസ്തകത്തിലുണ്ട്, ലിസ്റ്റ് ഉണ്ടല്ലേ. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഹിസ്റ്ററിയിൽ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ മുമ്പേ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു, എം പൗലോസ് പാസ്റ്റർ എത്ര പ്രാവശ്യം തല്ലുകൊണ്ടിട്ടുണ്ട്? എം പൗലോസ് പാസ്റ്റർ അനുഭവങ്ങൾ എൻ്റെ കേൾവിക്കാരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കേൾക്കണം. മിഷൻ ഹിസ്റ്ററിയിൽ ഇന്ത്യയിൽ ഉള്ള ദൈവദാസന്മാരിൽ നമുക്കൊക്കെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു ജീവിച്ചിരിക്കുന്ന ദൈവദാസൻ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ വളരെ കോഷ്യസ് ആയിട്ട് പറയുന്നത്. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. അപ്പോൾ അദ്ദേഹം അടികൊണ്ടു. അപ്പം നമുക്ക് എം പൗലോസ് പാസ്റ്ററിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3 ഗുണം അദ്ദേഹത്തിനുണ്ട് അല്ലേ? ക്രിസ്തുവിനെ കണ്ടു, ഇഷ്ടംപോലെ തല്ലുകൊണ്ടിട്ടുണ്ട്, അനേകയിടങ്ങളിൽ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. 4ാമത്തെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയാമോ? അപ്പോസ്തലൻ്റെ ഏറ്റവും വലിയൊരു മുദ്രയാണ് ദാരിദ്ര്യം. ഇത് നമുക്ക് പറ്റത്തില്ല. ഇന്നത്തെ നമ്മുടെ അപ്പോസ്തലന്മാർക്കൊക്കെ ദാരിദ്ര്യം എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് ഭയമാണ്. പക്ഷേ വേദപുസ്തകം അതാ പഠിപ്പിക്കുന്ന, ഒരു അപ്പോസ്തലന് ഒരിക്കലും ധനികനാകാൻ പറ്റത്തില്ല. അവൻ സർവത്തെയും പരിത്യജിച്ചവനാണ്. അവൻ ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി സകലത്തെയും ത്യജിച്ച് ഒരു ദരിദ്രനെ പോലെ ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയ ജയിലിൽ കിടന്നുകൊണ്ട് പറയുന്നത്, എനിക്കെല്ലാം ഉണ്ട്. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ പറയുന്നത് അറിയാമോ? എനിക്കെല്ലാം ഉണ്ട്, ഞാൻ തൃപ്തനായിരിക്കുന്നു. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ ഓർക്കും, പൗലോസിന് ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസും പൗലോസിന് എല്ലാം ഉണ്ടായിട്ടാണ് പറയുന്നത്. അങ്ങനല്ല. പൗലോസിന് കിടക്കാനുള്ള ഇടമുണ്ട്, ജയിലിലാണ് കിടക്കുന്നത്, പ്രത്യേകിച്ച് വാടകയൊന്നും കൊടുക്കണ്ട, സർക്കാരിൻ്റേതാണ്. പൗലോസിന് ഫുഡ് കിട്ടുന്നുണ്ട്, സർക്കാർ ഫുഡ് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരാവശ്യവും ഇല്ലെന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് അവൻ്റെ സഫിഷ്യൻസി, ദാരിദ്ര്യം. ഞാൻ സ്നേഹത്തോടു കൂടെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ചെറുപ്പക്കാർ പേരിൻ്റെ പുറകിൽ അപ്പോസ്തലൻ എന്ന് വെക്കുന്നതിന് മുമ്പ് ദാരിദ്ര്യത്തിന് വേണ്ടി ഒരു സമർപ്പണം, ക്രിസ്തുവിന് വേണ്ടി ദാരിദ്ര്യത്തിന് വേണ്ടി, ലക്ഷറി ലൈഫ് അല്ല അപ്പോസ്തലൻ്റെ ലൈഫ്. ദാരിദ്ര്യത്തിന് വേണ്ടി ഒരു സമർപ്പണം അവർക്കുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ വെക്കുന്ന ടൈറ്റിലുകളൊക്കെ യാതൊരു അർത്ഥവുമില്ലാത്തതാണ്. കർത്താവിന് പോലും അത് സങ്കടമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ പേരാണ് വെക്കുന്നത്. അതുകൊണ്ട് ഈ ടൈറ്റിലൊന്നുമല്ല കാര്യം. ആളുകൾ നിങ്ങളെ സഹോദരൻ എന്ന് വിളിക്കട്ടെ, പാസ്റ്റർ എന്ന് വിളിക്കട്ടെ, പ്രവാചകൻ എന്ന് വിളിക്കട്ടെ, അപ്പോസ്തലൻ എന്ന് വിളിക്കട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനെ ഒരു ഓർണമെൻ്റ് പോലെ അതിനെ ധരിച്ച് അതിൽ അഹങ്കരിച്ച്, അല്ലേ? എനിക്കറിയാവുന്ന ചിലരുണ്ട്, അവർ പാസ്റ്ററായിരിക്കും, അവരെ പാസ്റ്റർ എന്നല്ലാതെ ബ്രദർ എന്ന് വിളിച്ചു പോയാൽ അവർ ലോകമഹായുദ്ധം പ്രഖ്യാപിക്കും. എന്നെ എന്തുകൊണ്ട് ബ്രദർ എന്ന് വിളിച്ചു? ഞാനൊരു ബ്രദറല്ല. ഞാൻ സാധാരണയായിട്ട് പാസ്റ്റർ എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് പാസ്റ്റർ എന്ന പേര് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഞാനൊരു ഇടയനാണ്, എനിക്ക് ആടുകളുണ്ട്. ആടുകളില്ലാത്തവനെ ഇടയെന്ന് വിളിക്കാനൊക്കെ തിലോക്കുമോ? ആടുകളുള്ളവനെ ഇടയെന്ന് വിളിക്കുക. എനിക്ക് ആടുകളുള്ളത് കൊണ്ട് എൻ്റെ ആടുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ഇടയനാണ്, ഞാൻ അവരുടെ പാസ്റ്ററാണ്. പക്ഷേ വെളിയിലുള്ളൊരു വ്യക്തിയുടെ പാസ്റ്റർ അല്ല ഞാൻ. കാരണം എൻ്റെ ആടല്ല അത്. അവർക്ക് വേണേൽ എന്നെ ബ്രദർ എന്ന് വിളിക്കാം. പലപ്പോഴും നമ്മുടെ TV പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ ആളുകൾ ഫോൺ ചെയ്യും, അവർ പലതുമാണ് വിളിക്കുന്നത്. ചിലർ സാറേ എന്ന് വിളിക്കും, കാരണം അവർക്കറിയത്തില്ല എങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അവർ ആദ്യമായിട്ടായിരിക്കും ഒരു ദൈവദാസനോട് സംസാരിക്കുന്നത്. ഇന്നും എനിക്കൊരു മെസ്സേജ് വന്നത് സാർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാണ്, സാറേ എന്ന് എന്തിനാ വിളിച്ചു? അങ്ങനെയൊന്നുമില്ല. അവന് തോന്നി എന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹം സാറേ എന്ന് വിളിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് ഡോക്ടറെ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ ഡോക്ടറൊന്നും അല്ല. അദ്ദേഹത്തിന് പറ്റിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ PR എന്ന് വെച്ചപ്പോൾ, നമ്മുടെ പേരിൻ്റെ പുറകിൽ PR എന്ന് വെച്ചപ്പോൾ പാവം പിടിച്ചവൻ അവനടുത്തില്ല. ഈ PR എന്ന് പറഞ്ഞാൽ പാസ്റ്ററാന്ന് നടത്തില്ല, അവനടുത്ത് ഇത് ഡോക്ടർ എന്ന് കണ്ടാണെന്ന്. ഞാൻ വിനീതനായിട്ട് പറഞ്ഞു, ഞാൻ ഡോക്ടറൊന്നുമല്ല, എൻ്റെ പേര് വെച്ചിരിക്കുന്ന പാസ്റ്റർ എന്നാണ്. ചിലർ ബ്രദർ എന്ന് വിളിക്കും. അപ്പോൾ നമുക്കവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കട്ടെ, എന്നെ ബ്രദർ എന്നൊന്നും വിളിക്കരുത് കേട്ടോ, ഞാൻ ബ്രദറല്ല, ഞാൻ പാസ്റ്ററാണ്. അവിടെ ഒന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ ക്രിസ്തുവിൽ എല്ലാവർക്കും സഹോദരന്മാരാണ്. അപ്പോൾ ഈ ടൈറ്റിലൊന്നുമല്ല പ്രശ്നം. അപ്പോൾ അപ്പോസ്തലൻ കഴിഞ്ഞ് അടുത്ത ശുശ്രൂഷയാണ് പ്രവാചക ശുശ്രൂഷ.
നമ്മൾ പറഞ്ഞു വരുന്നത് പഴയ നിയമത്തിലെ പ്രവാചകനും പുതിയ നിയമത്തിലെ പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസമാണ്. പുതിയ നിയമത്തിലെ പ്രവാചകൻ്റെ ശുശ്രൂഷ പഴയ നിയമത്തിലെ പ്രവാചകനെ പോലെ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനല്ല പുതിയ നിയമത്തിലെ പ്രവാചകൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ പ്രവാചകൻ ദൈവത്തിൻ്റെ മൗത്ത് പീസായിരുന്നു, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനായിരുന്നു. പുതിയ നിയമത്തിലെ പ്രവാചകൻ്റെ ജോലി വേദപുസ്തകം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വേദപുസ്തകം പുതിയ നിയമത്തിലെ പ്രവാചകന് കൊടുത്തിട്ടുള്ള ജോലി എന്താ? ഉപദേശം, ശാസനം, ഗുണീകരണം. ഈ 3 ജോലിയാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പ്രോഫറ്റിന് ദൈവം കൊടുത്തിട്ടുള്ള ജോലി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാവി പറയുന്നവനല്ല പുതിയ നിയമത്തിലെ പ്രവാചകൻ. നമ്മുടെയൊക്കെ ധാരണ ഏതാ കേട്ടോ, ഈ കണിയാന്മാർ പറയുന്നത് പോലെ, കൈനോട്ടക്കാർ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് കിലുക്കി കുത്തി പറയുന്ന ഒരു ജോലിയാണ് പ്രവാചകൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണ എങ്ങനെയോ നമ്മുടെ ഇടയിലൊക്കെ പരന്നുപോയി. അങ്ങനല്ല. ന്യൂ ടെസ്റ്റ്മെൻറ്റ് പ്രോഫറ്റ് പഴയ നിയമ പ്രോഫറ്റിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. ഉപദേശം, ശാസനം, ഗുണീകരണം. ഗുണീകരണം. ശാസനം എന്ന് പറയുമ്പോൾ റിബ്യൂക്ക് ചെയ്യുക, വഴക്ക് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിനെ ആത്മാവിൽ അഡ്വൈസ് ചെയ്യുക, അവനിൽ വേണ്ട കറക്ഷൻസ്, അവനിൽ വേണ്ട കുറവുകൾ വെളിപ്പെടുത്തുക, അവൻ്റെ തെറ്റുകളെ കാണിച്ചു കൊടുക്കുക, അവനെ വഴക്ക് പറയുക, അവനെ ഗുണീകരിക്കുക, അവനെ ഒരു സാങ്ക്ടിഫിക്കേഷനിലേക്ക്, ഒരു റിപ്പൻറ്റൻസിലേക്ക് നടത്തുക. ഇതിനൊക്കെ ഉപോത്ബലകമായിട്ടുള്ള ശുശ്രൂഷയാണ് പുതിയ നിയമ പ്രവാചകൻ്റെ ശുശ്രൂഷ. അപ്പോൾ പുതിയ നിയമ പ്രവാചകൻ നമ്മുടെ അടുക്കൽ വന്നാൽ നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുവാനിടയായിത്തീരും. ആ വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂതൊന്ന് പഠിച്ചു നോക്കിക്കേ. അതിനകത്ത് എന്താ ചെയ്യുന്നത്? ഒന്ന് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്തുന്നു. ഏതൊക്കെ കാര്യങ്ങൾ അവർ വീണുപോയിരിക്കുന്നു, കറക്ഷൻ പറയുന്നു. എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് മടങ്ങി വരേണ്ടത്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് പ്രോഫറ്റിക് മിനിസ്ട്രിക്ക് അത്യാവശ്യമുണ്ടാകേണ്ട ഒരു ഭാഗമാണിത്. എന്നാൽ ഈ ഭാഗത്തും ഒരു വലിയ പരാജയം നമ്മൾ നേരിടുന്നു. ഇന്ന് അങ്ങനെയുള്ള പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ കുറവാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു. ചെറിയ പ്രായത്തിൽ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ അന്ന് ഞങ്ങളുടെ ചർച്ചിലുള്ള ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. ആ യോഗങ്ങളൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഒരു പ്രത്യേകമാകുന്ന അഭൗമികമാകുന്ന ഒരു സൗന്ദര്യം ആ യോഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പെട്രോമാക്സിൻ്റെ വട്ടത്തിലൊക്കെ ഇരുന്ന ആളുകൾ ഇരിക്കുന്ന ആ രംഗമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. സത്യം പറയുമ്പോൾ എന്തോ ഒരു ചൂട്, എന്തോ ഒരു when you get into a worship place, when you get into a prayer room, literally we feel that the atmosphere is totally, we can say, ഒരു ചൂട് പിടിച്ച അന്തരീക്ഷം. ഇന്നത്തെ മീറ്റിങ്ങുകൾക്കൊന്നും അത് കണ്ടിട്ടില്ല. നമുക്ക് ആ അറ്റ്മോസ്ഫിയർ തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഒരു ദൈവ സാന്നിധ്യം, ഒരു അൺയൂഷ്വൽ പ്രസൻസ്. ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് തോന്നും ഇന്ന് ദൈവം ചിലത് ചെയ്യാൻ പോവുക. ഒരു വലിയ എക്സ്പെക്റ്റേഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അതിനകത്തുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങുകളിൽ വളരെ റെയറായിട്ട് അത് കാണാനുള്ളൂ. ഇന്നത്തെ മീറ്റിങ്ങിൽ മറ്റു പലതുമുണ്ട്. മെക്കാനിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന അറ്റ്മോസ്ഫിയർ ഇന്നത്തെ മീറ്റിങ്ങിൽ ഒത്തിരി ഉണ്ട്. മെക്കാനിക്കലി എന്ന് പറഞ്ഞാൽ ലൈറ്റിങ്, സ്റ്റേജ്, ഡെക്കറേഷൻ, കീബോർഡിൻ്റെ സൗണ്ട്, അല്ലേ? അങ്ങനെ മെക്കാനിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഒത്തിരി അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷേ അതിനൊന്നും തരാൻ പറ്റാത്ത അഭൗമികമാകുന്ന സൂപ്പർ നാച്ചുറലാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ എൻ്റെ കുട്ടിക്കാലത്ത് അന്നത്തെ ആ മീറ്റിങ്ങുകൾക്കൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പേടി, അകത്ത് കയറിയിരിക്കാൻ പേടിയാണ്. കാരണം വരുന്ന പ്രവാചകനെ പിള്ളേർക്കൊക്കെ പേടിയാണ്. അയ്യോ, എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ വിളിച്ചു തുടങ്ങും. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് പ്രവാചകന്മാർ സഭയിൽ ശുശ്രൂഷിച്ചാൽ ആളുകൾക്ക് സന്തോഷമാണ്. കാരണം കൈനോട്ടക്കാരൻ പറയുന്നത് പോലെ ഭാവി പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ലാതെ ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്താറില്ല. അപ്പോൾ പഴയ നിയമ പ്രവാചകനും പുതിയ നിയമ പ്രവാചകനും ഒത്തിരി വ്യത്യാസമുണ്ട്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന പ്രവാചകൻ ഉപദേശം, ശാസനം, ഗുണീകരണം, ഈ 3 ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ചോദ്യം വരും, അപ്പോൾ ഭാവി പ്രവാചകൻ പറയുമോ? തീർച്ചയായിട്ടും പുതിയ നിയമത്തിൽ തന്നെ പ്രവാചകന്മാർ ഭാവി പറഞ്ഞിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. പുതിയ നിയമ പ്രവാചകന്മാർ ഭാവി പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ ഭാവി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാരുടെ ശുശ്രൂഷയിൽ ഭാവി ചിലപ്പോൾ വെളിപ്പെടും, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള അനേക
റഫറൻസുകൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഭാവി പറയുന്നത് മാത്രമാണ് പ്രവചനമെന്നൊരു തെറ്റിദ്ധാരണ, അതാണ് പുതിയ നിയമ പ്രവചനം എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടിയിരിക്കുന്നു. അതല്ല പുതിയ നിയമ പ്രവചനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. പുതിയ നിയമ പ്രവാചകന്മാരുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഉപദേശം, ശാസനം, ഗുണീകരണം, സഭയെ കറക്ഷനിലേക്ക് നയിക്കുക, സഭയെ റിബ്യൂക്ക് ചെയ്യുക, സഭയെ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരുക്കിയെടുക്കുവാൻ ഇൻസ്ട്രുമെൻ്റലാകുക. ഇതാണ് പുതിയ നിയമ പ്രവചനം. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എല്ലാവരും അപ്പോസ്തലന്മാരാണോ? ചോദ്യം അല്ല, അല്ലേ? എല്ലാവരും പ്രവാചകന്മാരാണോ? അല്ല. പ്രവാചകൻ എന്ന ഓഫീസും വളരെ റെയറാണ്. ഒരാളെ പ്രവാചകനെന്ന് വിളിക്കണമെങ്കിൽ, ഒരാളെ പ്രവാചകനെന്ന് അക്നോളജ് ചെയ്യണമെങ്കിൽ മുമ്പേ അപ്പോസ്തോലനിൽ കണ്ടതുപോലെ ചില ക്വാളിറ്റി അയാൾക്കുണ്ടാകണം. പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും ഒരു വ്യക്തി പ്രവാചകനാണെന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ അതിനൊക്കെ ക്ലിയർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അവൻ പറയുന്ന പ്രവചനം തെറ്റാൻ പാടില്ല. അവൻ പറയുന്ന പ്രവചനം തെറ്റാൻ പാടില്ല. പൊട്ടക്കണ്ണൻ്റെ മാവേലാറ് പോലെ, അല്ലേ? പൊട്ടക്കണ്ണൻ്റെ മാവേലാർ എന്ന് പറഞ്ഞൊരു ഒരു പ്രയോഗം കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ അവൻ കണ്ണടച്ചെറിയ കൊണ്ടു. അങ്ങനെ ചാൻസിന് സംഭവിക്കുന്ന ഒരു പ്രവചനം അല്ല പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും പ്രവാചകൻ ഉണ്ടാകേണ്ടത്. അങ്ങനെ അറിയുന്നവരുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയും, സംഭവിച്ചാൽ സംഭവിച്ചു, പിന്നെ അദ്ദേഹം അങ്ങ് വലിയ ആളായി, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവചനം ആളുകൾ പൊക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി, പിന്നെ അദ്ദേഹം വലിയ പ്രവാചകനായി മാറി. കോയിൻസിഡൻസ് പോലെ, ഇത്തിഫാൻ ഹിന്ദിയിൽ പറയും, കോയിൻസിഡൻസ് പോലെ സംഭവിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ വാക്കങ്ങ് സംഭവിച്ചു. അദ്ദേഹം മറ്റെന്തോ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, പക്ഷേ അതങ്ങ് സംഭവിച്ചു. അങ്ങനെ പൊട്ടക്കണ്ണൻ്റെ മാവേലാറ് പോലെ പറയുന്ന ഒന്ന് രണ്ട് പ്രവചനങ്ങൾ ശരിയാകുന്നതല്ല യഥാർത്ഥ പ്രവാചകൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു എന്താ പറഞ്ഞ കിലുക്കി കുത്തു പോലെ, അല്ലേ? ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു, അങ്ങനെ ഒരു പരിപാടിയല്ല പുതിയ നിയമ പ്രവാചകൻ്റെ പ്രവചനം. പറഞ്ഞാൽ സംഭവിക്കണം. അവന് തെറ്റ് പറ്റത്തില്ല, തെറ്റ് പറ്റാൻ പാടില്ല. ഇനി ഞാൻ അല്പം കൂടെ കയറ്റി പറയാം. പ്രൊഫറ്റിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ വാഗൊണ്ട് എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. ദൈവം പറയണമെന്ന് നെസസറി ഒന്നുമില്ല, ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല. ദൈവം പറയാത്തത് അവൻ അവൻ്റെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു. അതാ ദൈവം അവന് കൊടുത്തിരിക്കുന്ന അധികാരം, അത് സംഭവിക്കും. അവൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതാന്ന് കൂട്ടിക്കോ, അവൻ അങ്ങ് പറഞ്ഞു, അവൻ്റെ അതോറിറ്റിയിൽ നിന്ന് പറഞ്ഞു. അതൊരു പ്രത്യേക ഓഫീസാണ്. ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയിൽ 5 ഓഫീസേഴ്സ്, അല്ലേ? അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഓഫീസാണ് പ്രോഫറ്റിൻ്റെ ഓഫീസ്. ഉദാഹരണം ഞാൻ പറയാം, പഴയ നിയമത്തിൽ ഏലിയാവിൻ്റെ പ്രോഫറ്റിക് ഓഫീസ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. വചനത്തിൽ പറയുന്ന ഏലിയാവ് മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി മഴ അടച്ചു. ആരാ അടച്ചത്? ഏലിയാവ് അടച്ചത്. ഏലിയാവ് പറഞ്ഞത് ദൈവം പറയുന്നു മഴ പെയ്യത്തില്ലെന്നല്ല. ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു മഴ പെയ്യത്തില്ലെന്ന്. ഞാൻ പറയുന്നു. അത് പറഞ്ഞത് ഏലിയാവാ. ഞാനാ പറയുന്നത് മഴ പെയ്യത്തില്ല. അത് അവൻ്റെ വായിൽ നിന്ന് വീണതിനെ ദൈവം അംഗീകരിച്ചു. ഓക്കെ, എൻ്റെ മകൻ പറഞ്ഞു, അവൻ പ്രോഫറ്റാണ്, അവൻ പറഞ്ഞതിനപ്പുറം ഇനിയില്ല. ഇതാണ് പ്രോഫറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ടെന്നേ, ഉണ്ടായിരുന്നേ. അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് പ്രവാചകൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റെഫി ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കും. നമ്മൾ ഒത്തിരി പ്രവാചകന്മാരെ ഇന്ന് കാണുന്നുണ്ടല്ലോ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നെസസറി അല്ല, ഇറ്റ്സ് നോട്ട് നെസസറി. അവർ നിർബന്ധമില്ല അവരെല്ലാം പ്രവാചകന്മാരാണെന്ന്. പലരും തന്നെ ടൈറ്റിൽ വെക്കുന്നു. ചിലർ ഒന്നോ രണ്ടോ പറഞ്ഞ പ്രവചനം ശരിയായതിൻ്റെ ബേസിൽ ആളുകൾ അവരെ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു. അവർക്ക് പ്രവാചകൻ എന്ന ഓഫീസ് അവർക്ക് ഒരുപക്ഷെ ഉണ്ടാകുകയില്ല. അവരുടെ പ്രോഫറ്റിക് ഓഫീസ് തെളിയിക്കപ്പെട്ടതാകത്തില്ല. പ്രോഫറ്റിക് ഓഫീസ് തെളിയിക്കപ്പെടണം, ശുശ്രൂഷ തെളിയിക്കപ്പെടണം. അപ്പോസ്തലനാണെങ്കിലും പ്രോഫറ്റ് ആണെങ്കിലും ആ ഓഫീസ് തെളിയിക്കപ്പെടണം. ഇടയ്ക്ക് ഞാൻ നിർത്തിയൊരു കാര്യം പറയാം. നമ്മുടെ സഭയിലൊക്കെ ആളുകളെ ദേവദാസന്മാരെ ഓർഡിനേഷൻ കൊടുക്കത്തില്ലേ? ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി പിറ്റേ ദിവസം ഓർഡിനേഷൻ കൊടുക്കുമോ? പാസ്റ്ററായിട്ടൊക്കെ ഓർഡിനേഷൻ കൊടുക്കത്തില്ലേ? അന്നേരം തന്നെ കൊടുക്കുമോ? ഇല്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സമയമെടുത്തത്? സീനിയർ ആകാൻ വേണ്ടിയാ? അല്ല. അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നെന്തുകൊണ്ടാണെന്നല്ല എൻ്റെ വാദഗതി. ആ പഴയ കാലം മുതൽ അങ്ങനെ ഒരു പരിചയം വെച്ചതിൻ്റെ കാരണം ഈ വ്യക്തി ശുശ്രൂഷ തെളിയിക്കണം.
ഇദ്ദേഹത്തെ തലേ കൈവച്ച് പാസ്റ്റർ ആണെന്ന് പറയുന്നതിന് മുമ്പ് ലെറ്റ് ഹിം പ്രൂവ് ദാറ്റ് ഹി ഈസ് എ പാസ്റ്റർ, ലെറ്റ് ഹിം പ്രൂവ് ദാറ്റ് ഹി ഈസ് ഹാവിംഗ് ദാറ്റ് പ്രൊഫറ്റിക് അനോയിന്റിങ്, ലെറ്റ് ഹിം പ്രൂവ് ദാറ്റ് ഹി ഈസ് ആൻ അപ്പോസ്റ്റോൾ. ഇന്ത്യയിൽ പ്രോഫറ്റ്സ് ആണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു. പ്രോഫറ്റ്സ് ആണെന്ന് അവരെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അവർ പറഞ്ഞ പ്രവചനം അങ്ങനെയാണ്. കൃത്യതയുള്ള പ്രവചനങ്ങൾ പറയുന്ന പ്രവാചകന്മാർ, കൃത്യതയുള്ള പ്രവചനങ്ങൾ പറയുന്ന പ്രവാചകന്മാർ. അതിലൊരാളായിരുന്നു വാര്യാപുരം യോനാച്ചായൻ എന്ന് പറയുന്ന പ്രസിദ്ധനാകുന്ന ദൈവദാസൻ. വാര്യാപുരം യോനാച്ചായൻ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹത്തിന് ഓർഡിനേഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇഫ് മൈ ഇൻഫർമേഷൻ ഈസ് കറക്റ്റ്, ഒരു പക്ഷേ എൻ്റെ ആ ഇൻഫർമേഷൻ, എൻ്റെ ഡേറ്റ കറക്റ്റ് ആയിരിക്കത്തില്ല. അദ്ദേഹത്തിന് കൊടുത്ത ഓർഡിനേഷൻ പ്രോഫറ്റ് എന്ന ഓർഡിനേഷൻ അല്ല കൊടുത്തത്, പാസ്റ്റർ എന്ന ഓർഡിനേഷനാണ് കൊടുത്തത്. ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, തെറ്റാൻ കേട്ടോ. കാരണം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ, കാരണം അദ്ദേഹമൊക്കെ കഴിഞ്ഞ നമ്മളൊക്കെ വലുതാകുന്നതിന് മുമ്പ് ലോകം വിട്ടുപോയ യുവദാസന്മാരാണ്. അതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരിക്കത്തില്ല. എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് പ്രോഫറ്റ് എന്നുള്ള ഓർഡിനേഷൻ അല്ല കൊടുത്തത്, പാസ്റ്റർ എന്ന ഓർഡിനേഷൻ. അപ്പോൾ എൻ്റെ ചോദ്യം, എന്താ അങ്ങനെ ചെയ്തത്? കാരണം നോക്കെ, പാസ്റ്റർ എന്നുള്ള ഓർഡിനേഷൻ ഒരാൾക്ക് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രോഫറ്റ് എന്ന ഓർഡിനേഷൻ അന്നേരം കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രോഫറ്റിക് മിനിസ്ട്രി പ്രൂവ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. തെറ്റുപറ്റാൻ പാടില്ല. അങ്ങനെ പ്രോഫറ്റ് എന്നുള്ള ഓർഡിനേഷൻ ആരെങ്കിലും തന്നെ പേര് വെച്ച കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഏതെങ്കിലും അംഗീകൃതമാകുന്ന സഭാസമൂഹം കാലങ്ങളായി അളവെടുത്തിട്ട്, കാലങ്ങളായി എക്സാമിൻ ചെയ്തിട്ട്, കുറവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് തെളിയിക്കപ്പെട്ട ശുശ്രൂഷ, പ്രോഫറ്റ് എന്ന ശുശ്രൂഷ ഏതെങ്കിലും വ്യവസ്ഥാപിതമായ അച്ചടക്കമുള്ള സഭാസമൂഹം ആർക്കെങ്കിലും അങ്ങനൊരു ഓർഡിനേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ത്യയിൽ 1-2 പേർക്ക്. എന്റെ അറിവില്ലായ്മയാണോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ഓർഡിനേഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പാസ്റ്റർമാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനല്ല, ഇങ്ങനെയും ഉണ്ടോ പ്രവാചകൻ? നിശ്ചയമായിട്ടും അന്ത്യോക്യയിലെ സഭയാണ് പൗലോസിനെ ബർന്നബാസിനെ കൈവച്ച് വേർതിരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചത്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ മിഷണറി യാത്രയ്ക്ക് ശേഷം പൗലോസ് എവിടെയാണ് മടങ്ങി വന്നത്? അന്ത്യോക്യയിലേക്ക്. അതിന് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പൗലോസ് കാരണം പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങളെ പ്രാർത്ഥിച്ചയച്ചത്. അക്കൗണ്ടബിലിറ്റി, ഹി വാസ് അക്കൗണ്ടബിൾ ടു ദാറ്റ് ചർച്ച്, അല്ലേ? വേദപുസ്തകം കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ് അക്കൗണ്ടബിലിറ്റി ഇൻ മിനിസ്ട്രി. ഐ എം അക്കൗണ്ടബിൾ ടു സംബഡി, ഇവൻ ദോ ഐ എം ഡൂയിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി. ഞാനിവിടെ ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. ബട്ട് ഐ എം ഓൾവേസ് കോഷ്യസ്. ഐ വാണ്ട് ടു കീപ് സംബഡി ആസ് മൈ മെൻറ്റർ. ഇഫ് ദർ ഇസ് നോ മെൻറ്റർ ഇൻ മൈ ലൈഫ്, ഇഫ് ഐ എം നോട്ട് അക്കൗണ്ടബിൾ ടു എനിബഡി എൽസ്, ഞാൻ മറ്റാർക്കും അക്കൗണ്ടബിൾ അല്ലെങ്കിൽ, തന്നിഷ്ടത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് വേദപുസ്തകത്തിന്റെ വ്യവസ്ഥക്കെതിരാണ്. അതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് പാസ്റ്റർമാരെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോ ഓർഡിനേഷൻ കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർമാരെ ഓർഡിനേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ അപ്പോസ്തലനായിട്ടും പ്രോഫറ്റായിട്ടും ഓർഡിനേഷൻ കൊടുക്കുവാൻ ദൈവത്തിന്റെ വചനം അനുവാദം നൽകുന്നു. അങ്ങനെ ചെയ്യണം, അവരുടെ ശുശ്രൂഷ തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിൽ. അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രം നീ പ്രോഫറ്റും അപ്പോസ്തലനും വെച്ചാൽ മതിയെന്നേ. അപ്പൊ എന്താ കിട്ടാത്തത്? അങ്ങനെ തെളിയിക്കപ്പെടാൻ പറ്റുന്നില്ല. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ചിലർക്ക് അപ്പോസ്തലൻ എന്നുള്ള ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ, ഈ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യപ്പെടേണ്ടതാണ്. ആന്ധ്രാപ്രദേശിൽ ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ PM ഷാമുവേൽ എന്നൊക്കെയാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് അപ്പോസ്തലൻ എന്ന ഓർഡിനേഷൻ കിട്ടിയ വളരെ റെയറായിട്ടുള്ള ആളുകളിൽ ഒരാളായിരുന്നു. IPC അപ്പോസ്തോൽ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത്, IPCയുമായിട്ടുള്ള ബന്ധത്തിൽ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെ റെയറായിട്ടുള്ള ആളുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? അദ്ദേഹം അപ്പോസ്തലനാണെന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെ ഓർഡിനേഷൻ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുക്കാം, വേദപുസ്തകം അനുസരിച്ച് കൊടുക്കാം. എൻ്റെ അറിവിൽ എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ വേദപുസ്തകം അനുസരിച്ച് അങ്ങനെ കൊടുക്കാം, അങ്ങനെ കൊടുക്കണം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പലപ്പോഴും സഭാ നേതൃത്വം ഭയപ്പെടും. കാരണം എന്താണെന്നറിയാം? ഇതൊരു ചെറിയ ഓഫീസല്ല സ്റ്റെഫി. ഈ അപ്പോസ്തലൻ എന്ന് പറയുന്നതും പ്രവാചകൻ എന്നൊക്കെ പറയുന്നതും ചുമ്മാ ആർക്കെങ്കിലും ഈ കഴിഞ്ഞിടയ്ക്ക് ഐ വാസ് ടോക്കിംഗ് ടു സം ആരോ ദൈവമക്കളുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ദേ ആർ ഫ്രം എ, I do not want to use that word new generation church, but they are from a interdenominational kind of church, independent kind of church, born again kind of church. മറ്റ് അച്ചടക്കങ്ങളൊന്നും അവർക്ക് അധികമില്ലാത്തൊരു സഭയാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഓർഡിനേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. സഭയിലെ ജസ്റ്റ് വിശ്വാസികൾ. ഞാൻ പറഞ്ഞ ഓർഡിനേഷനോ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പഴയ പന്തക്കോസ്ത് മനസ്സിലാക്കി വളർന്നു വന്നതുകൊണ്ട് ഓർഡിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗൗരവമാണ്. ഞാൻ പറഞ്ഞു ഓർഡിനേഷനോ?
അപ്പോൾ ചോദിച്ചാൽ ഓക്കെ, ഞാനോർത്തു ദേ വർ ഹാവിങ് സം കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ട്രെയിനിങ് കോഴ്സ്. സോ ദേ കംപ്ലീറ്റഡ് ദാറ്റ് ലീഡർഷിപ്പ് ട്രെയിനിങ് കോഴ്സ്. അവർ ആ ലീഡർഷിപ്പ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഓർഡിനേഷൻ സർവീസ് എടുത്തു. ഞാൻ ഓർത്തു ഓക്കെ, അവരെല്ലാം ലീഡർഷിപ്പ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞപ്പോൾ അവരെല്ലാം തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലീഡർഷിപ്പിന് വേണ്ടി വേർതിരിച്ചു വന്നേ അതിൻ്റെ അർത്ഥം കാണത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എന്നിട്ട് ആ സഹോദരനും സഹോദരിയും രണ്ടുപേരും, ബോത്ത് ഓഫ് ദം, ഹസ്ബൻഡ് വൈഫ്, അവരെന്നോട് പറയാം, ഞങ്ങൾക്ക് കിട്ടിയ ഓർഡിനേഷൻ അപ്പോസ്തോലിക് ഓർഡിനേഷനാണ്. ഞാൻ ഉറച്ചു, അപ്പോസ്തോലിക് ഓർഡിനേഷനോ? എൻ്റെ മുമ്പിൽ 2 അപ്പോസ്റ്റോൾസാണ് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പോസ്റ്റോലിക് ഓർഡിനേഷൻ കിട്ടിയത്? അപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, അത് ഈ ഫിനി പാസ്റ്ററുടെ കുശുമ്പ് കൊണ്ടാണൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ഫിനി പാസ്റ്ററുടെ കുശുമ്പ് കൊണ്ടല്ല ചിന്തിക്കുന്നത്. ഞാൻ തന്നെ പറഞ്ഞല്ലോ, അപ്പോസ്റ്റൽ എന്ന പേര് വിളിക്കണമെങ്കിൽ ഒത്തിരി യോഗ്യതയുണ്ട്. അതിൻ്റെ ക്രൈറ്റീരിയ നോക്കുമ്പോൾ എനിക്ക് പോലും അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയ യോഗ്യതകളാണ് അതിനുള്ളത്. പിന്നെ എങ്ങനെ പേര് വെച്ചങ്ങ് വിടുന്നു അല്ലേ? അപ്പോസ്റ്റൽ എന്നാന്ന് പറഞ്ഞ് തലയ്ക്ക് വെച്ച് വിടുന്നു. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇത് വളരെ വലിയ ഓഫീസാണ്, ഇത് വളരെ വലിയ ശുശ്രൂഷയാണ്. അപ്പോസ്തലനാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഇത് വളരെ വലിയ ശുശ്രൂഷയാണ്. ശുശ്രൂഷ അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ സഭാ സമൂഹങ്ങൾ അവരെ അപ്രകാരം കൈവച്ച് വേർതിരിക്കുന്നതിലൊരു തെറ്റില്ല. ഇതിനോട് ബന്ധത്തിൽ പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്ന ഒരു നിയോഗമുണ്ട്, ഒരു സജഷനുണ്ട്. വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത്. വചനം കണ്ടിട്ടുണ്ടോ? പൗലോസ് തിമോത്തിയോസിന് പറയുന്ന ഒരു വാക്യമാണ്, വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത്. സ്റ്റെഫി, ഇത് കണ്ടിട്ടില്ലേ? ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? അങ്ങനെ സ്റ്റെഫിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ ചിന്ത എന്താണെന്നറിയായിരുന്നു, ആർക്കെങ്കിലും 2 അടി കൊടുക്കുകയാണെങ്കിൽ ചിന്തിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വന്നാൽ ചിന്തിച്ചിട്ടൊക്കെ കൊടുക്കുക. അങ്ങനല്ല വാക്യത്തിന്റെ മീനിങ്. ആ വാക്യം ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഓർഡിനേഷൻ. അവിടെ ഓർഡിനേഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഓർഡിനേഷൻ ധൃതി പിടിച്ച് ആർക്കും കൊടുക്കലെന്ന് അവിടെ പറയുന്നത്. ആരെങ്കിലും ഇന്ന് പോയിട്ട് അല്ലേ ഒരു ഓർഡിനേഷൻ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിലൊന്നും കാര്യമില്ല. അതിന് സിമോണി എന്നാ പറയുന്നത്. സിമോണി എന്ന പദം കേട്ടിട്ടുണ്ടോ? സിമോണി, ആത്മീയ അധികാരങ്ങളെ വില കൊടുത്ത് വാങ്ങിക്കുന്ന സിസ്റ്റത്തിന് ചർച്ച് ഹിസ്റ്ററിയിൽ പറയുന്ന പേരാണ് സിമോണി. സഭാചരിത്രത്തിലെ ഒരു ഭാഗമാണ് സിമോണി. ആത്മിക അധികാരങ്ങളെ, സ്പിരിച്വൽ അധികാരങ്ങളെ, ആത്മിക ശുശ്രൂഷയെ വില കൊടുത്ത് വാങ്ങിക്കുക. മിഡീവൽ ഹിസ്റ്ററിയിൽ, മധ്യകാലത്തിലെ സഭാചരിത്രത്തിൽ നമുക്ക് കാണാം, പല പോപ്പുമാരും അവരുടെ കയ്യിൽ നിന്ന് ഉന്നതമാകുന്ന സഭാസ്ഥാനങ്ങൾ, ബിഷപ്പ്, കർദിനാൾ, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരായിരുന്നു സിമോണി. സിമോണി എന്ന പദത്തിൻ്റെ ഉത്ഭവം, സിമോണി എന്ന വാക്ക് ഉത്ഭവിച്ചത് വേദോസ്തത്തിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. 8-ാം അധ്യായത്തിൽ ശമരിയയിൽ പീറ്ററും യോഹന്നാനും കൂടെ പോയി അല്ലേ, അവിടെ വലിയ അത്ഭുതങ്ങൾ നടന്നു. അനേകർ അഭിഷേകം, അനേകർ ആത്മാ നിറവ് പ്രാപിച്ചു. അത് കണ്ടിട്ട് ഷീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട്, സൈമൺ, അവൻ്റെ പേര് സൈമൺ എന്നാണ്, ഒരു വ്യക്തി വന്നിട്ട് പത്രോസിൻ്റെ അടുക്കൽ പണം കൊടുത്തിട്ട് പറഞ്ഞു, ഈ അധികാരം എനിക്കൂടെ തരണം എന്ന് പറഞ്ഞു. ഞാനും കൈവച്ചാൽ ഇനി എന്ത് ചെയ്യണം? ആളുകൾ ആത്മാവിനെ പ്രാപിക്കണം. അപ്പോൾ ദ്രവ്യം കൊടുത്ത്, പണം കൊടുത്ത് ആത്മീയ അധികാരങ്ങളെ വിലയ്ക്ക് വാങ്ങുന്ന സിസ്റ്റത്തിന് ആ ഷീമോൻ അല്ലെങ്കിൽ ആ സൈമണിൻ്റെ പേരിൽ നിന്ന് വന്ന ഒരു പദമാണ് സിമോണി. അപ്പോൾ ആ സൈമണാണ് ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പീറ്ററിൻ്റെ പറമ്പിൽ കാശ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെയും കൂടെ ഒന്ന് ഓർഡിനേഷൻ ചെയ്യണം. ഇന്ന് അങ്ങനെ സിമോണി വഴി ഓർഡിനേഷൻ കിട്ടുന്ന ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ വളരെ എന്താ പറഞ്ഞ, എൻ്റെ വാക്കുകളൊക്കെ പലർക്കും ഒരു പക്ഷേ വേദനിക്കുന്ന വാക്കുകളാണ്. പക്ഷേ ഇതൊരു സത്യമാണ്. പലപ്പോഴും സത്യം വളരെ കയ്പ് നിറഞ്ഞതാണ്, സത്യം വേദനിപ്പിക്കുന്നതാണ്. ഇത് പുഴുക്കുത്തുകളാണ്, നമ്മുടെ ഇടയിലുള്ള അനാചാരങ്ങളാണ്. ഈ കാലഘട്ടത്തിലും അങ്ങനെ ഓർഡിനേഷൻ വാങ്ങുന്നവരുണ്ട്. തെറ്റാണ്, അവർ ചെയ്യുന്നത് തെറ്റാണ്. സിമോണി, പണം കൊടുത്ത് ആത്മീയ അധികാരങ്ങൾ വിലയ്ക്ക് വാങ്ങുക, അങ്ങനെ വിലയ്ക്ക് വാങ്ങുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വി ഹാവ് ടു എക്സാമിൻ ദാറ്റ് പേഴ്സൺ, വി ഹാവ് ടു ക്രോസ് വെരിഫൈ ഹിസ് ക്ലെയിംസ്. അവൻ വാദിക്കുന്നത് പോലെ, അവൻ അവകാശപ്പെടുന്നത് പോലെ ചില സഭകളൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ? ആ വ്യക്തിയെ സുവിശേഷകനായി അല്ലെങ്കിൽ മിനിസ്റ്ററായി, ചർച്ചിൻ്റെ ഒരു ഓർഡൈൻഡ് മിനിസ്റ്ററായി, ഒരു ഇവാഞ്ചലിസ്റ്റായിട്ടൊക്കെ അംഗീകരിക്കണമെങ്കിൽ അവനൊരു സഭയൊക്കെ സ്ഥാപിച്ച് അവൻ തെളിയിക്കണം അവൻ സഭ സ്ഥാപിച്ചെന്ന്. അതിനുശേഷം ചില പടവുകളൊക്കെ കയറി അല്ലേ, അതിനുശേഷം അവർ കോർഡിനേഷൻ കൊടുക്കത്തുള്ളൂ. നല്ല പ്രാക്ടീസാണ്. അങ്ങനെയുള്ള ചർച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മൾ പറയില്ല അവരൊക്കെ അങ്ങനെ എക്സാം എഴുതി പാസ്സായിട്ടാണ് ഓർഡിനേഷൻ കിട്ടിയത്. സി, ഇറ്റ്സ് എ ഗുഡ് സിസ്റ്റം. കാരണം
വേദപുസ്തകം അനുസരിച്ച് വേഗത്തിൽ ആരുടെയും തലേ കൈവച്ച് ഓടുകയും ചെയ്യില്ല. അതിനു മുമ്പേ അവൻ തെളിയിക്കപ്പെടണം, അവൻ ജനുവനാണെന്ന് തെളിയിക്കപ്പെടണം. വേദപുസ്തകം പറഞ്ഞില്ല പുതിയ ശിഷ്യൻ അരുത് എന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിൽ ഒരുത്തിനെ പിടിച്ച് പുതിയ ശിഷ്യനെ പിടിച്ച് പാസ്റ്ററാക്കരുത്, പ്രവാചകനാക്കരുത്. കാരണം നമ്മളിപ്പം ഒരു പ്രശ്നം എന്താണെന്നറിയാം, എനിക്ക് തോന്നുന്നു മിഡീവൽ ഹിസ്റ്ററി അല്ല, 3rd 4th സെഞ്ചുറിയിൽ നടന്ന സംഭവങ്ങളാണ്. ആ സമയത്ത് റോമിലെ ചർച്ചിൽ ഒരു വലിയ ആർഗ്യുമെൻ്റ് ഉണ്ടായി. എന്താ ആർഗ്യുമെൻ്റ്? ഒരു ബിഷപ്പ് മരിച്ചു, അടുത്ത ബിഷപ്പിനെ നിയമിക്കണം, പക്ഷേ വലിയ വാദപ്രതിവാദമുണ്ടായി, പലരുടെ പേര് വന്നു, സഭയ്ക്കകത്ത് വലിയ വലിയ റയോട്ട് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടായെന്നാണ് പറയുന്നത് റോമിലെ സഭയിൽ. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഭാചരിത്രത്തിൻ്റെ ഭാഗമാണ്, 3rd century 4th centuryയിലാണ്. ആ സമയത്ത് ഒരു പട്ടാളക്കാരെ അവിടേക്ക് നിയോഗിച്ചു. ഈ റയോട്ട് അടിച്ചമർത്താൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ചു. ഗവൺമെൻറ്റിൻ്റെ കുതിരപ്പട അവിടെ എത്തി ഈ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അകത്തുണ്ടാകുന്ന റയോട്ട് അടിച്ചമർത്താൻ. ആ പട്ടാള ഗ്രൂപ്പിൻ്റെ കമാൻഡർ, അതിൻ്റെ നേതാവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആംബ്രോസിൻ്റെ കഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഓർമ്മയിൽ നിന്ന് പറയാം, കാരണം ഈ വിഷയം സംസാരിക്കാനല്ല നമ്മൾ വന്നത്. അപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഏതൊരു കുട്ടി വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, ഈ തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ വന്ന പട്ടാള മേധാവി എന്താകട്ടെ, ബിഷപ്പാകട്ടെ. അദ്ദേഹം വിശ്വാസി പോലുമല്ല, അദ്ദേഹത്തിന് യേശുവുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു കൊച്ചുകുട്ടി അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഈ പ്രശ്നത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവൻ ബിഷപ്പാകട്ടെ. അപ്പം പുള്ളി അവിടെ കുതിരപ്പുറത്തോട്ടിരുന്ന് പറഞ്ഞു, ഓക്കെ ഞാൻ തന്നെ ബിഷപ്പ്. അങ്ങനെ അദ്ദേഹം ബിഷപ്പായി മാറി എന്നാണ് ചരിത്രം പറയുന്നത്. ഇറ്റ്സ് ഫ്രം ദ ക്രിസ്ത്യൻ ചർച്ച് ഹിസ്റ്ററി. പുതിയ ശിഷ്യനായിരുത്. കാരണം എന്താ? അവൻ എന്തോ അറിയാം, ഒന്നും അറിയില്ല. പിന്നെ ഒരു പക്ഷേ അയാൾ പഠിച്ചെന്നിരിക്കും, പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നിരിക്കും. എന്നാൽ അങ്ങനെ വരുന്നൊരു വ്യക്തി നമ്മുടെ ഇടയിലൊക്കെ ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ പോപ്പുലറായിട്ടുള്ള ആരെങ്കിലും വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് അവനെ കൺവെൻഷൻ സ്റ്റേജിൽ കയറ്റും. പുള്ളി പിന്നെ വലിയ വീരകൃത്യങ്ങളൊക്കെ പറയും. കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി, എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി. 4-5 പേരെ കൊന്നിട്ടുള്ള ആളുകളൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് പറയും, ഞാൻ കൊലപാതകം ചെയ്തു. അന്നേരത്തേക്ക് ഇദ്ദേഹത്തിന് അങ്ങ് സ്റ്റേജാണ്. അപ്പനെ അമ്മയും തല്ലിക്കൊന്നിട്ട് വന്ന ആളാണ് അല്ലേ, ഇന്ന് സ്റ്റേജിൽ നിന്നിട്ട് പറയാ ഞാൻ ഇതൊക്കെ ചെയ്തു. നമ്മൾ അദ്ദേഹത്തെ ഒരു വീരപുരുഷനാക്കി കണ്ട് അദ്ദേഹത്തിന് സ്റ്റേജുകൾ കൊടുക്കുന്നു. എന്നാൽ വേറെ ഒരു പാവം പിടിച്ചോ പുറത്ത് ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അപ്പനും അമ്മയ്ക്ക് കഞ്ഞിയും വെള്ളമൊക്കെ കൊടുത്ത് നന്നായിട്ട് നോക്കി, അവനൊരു സ്റ്റേജും ഇല്ല. അപ്പനെ കൊന്നെന്ന് പറയുന്നവന് സ്റ്റേജ്, അപ്പനെ അമ്മയെ നോക്കിയെന്ന് പറയുന്നവന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നതെന്നറിയാമോ, ഒരു 6 മാസം കഴിയുമ്പോൾ ഈ പുള്ളി അങ്ങ് പിന്മാറിപ്പോവും. അങ്ങനെ കണ്ടിട്ടില്ല, പല സിനിമാ നടന്മാരും വരും, ഇവരെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് നടക്കും. 6 മാസം കഴിയുമ്പോൾ ഇവർ അതിലും വലിയ കുഴി പോയി വീഴും. അപ്പോൾ അതിൻ്റെ നാണം കേടാൾക്കാ ഈ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക്. വേദപുസ്തകം പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്, പുതിയ ശിഷ്യനായിരുന്നത്, വേദികളിൽ കയറേണ്ടത്, ശുശ്രൂഷ ചെയ്യേണ്ടത്, തെളിയിക്കപ്പെടേണ്ടവരാണ്. അവൻ വരട്ടെ, അവരുടെ ആ പശ്ചാത്തലത്തിൽ നിന്ന് വരട്ടെ. പൗലോസ് പോലും വന്നിട്ട് എത്ര കാലത്തിന് ശേഷം ആ ശുശ്രൂഷയിൽ പുറത്തു വന്നതല്ലേ? പൗലോസ് ആ കാലഘട്ടത്തിലെ ഒരു ആതങ്കവാദി, അല്ലെങ്കിൽ ഒരു തീവ്രവാദി, മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് ക്രിസ്തീയ സഭയെ മുടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ആ കാലഘട്ടത്തിലെ ഒരു യഹൂദ തീവ്രവാദിയായിരുന്നു പൗലോസ്, ശൗല്. അവൻ മാനസാന്തരപ്പെട്ടു വന്നു. അടുത്ത ദിവസം മുതൽ പൗലോസിന് സ്റ്റേജില്ല. ഇന്നാണെങ്കിൽ പൗലോസിന് സ്റ്റേജാ. ഒത്തിരി സമയമെടുത്തു കേട്ടോ പൗലോസ്, ഒത്തിരി സമയമെടുത്തു, വർഷങ്ങളെടുത്തു. ഇറ്റ് ടുക്ക് ഇയേഴ്സ്. ആ ദമാസ്കസിലെ പടിവാതിൽക്കൽ നിന്ന് ആന്ത്യോക്യൻ സഭ അവനെ കൈവഴിച്ച് വേർതിരിക്കുന്നിടം വരെ ഒരു സാധാരണക്കാരനെ പോലെ അവൻ ജീവിക്കുക. ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന പൗലോസ്. പിന്നെ അവിടെ നിന്ന് ആന്ത്യോക്യൻ സഭയിൽ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് പൗലോസിനെ വിളിക്കുന്നത് അപ്പോസ്തലൻ എന്നല്ല, ശൗൽ എന്ന പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ആ സമയമായപ്പോഴത്തേക്കും ശൗലിലുള്ള പ്രവചന ശുശ്രൂഷ തെളിയിക്കപ്പെട്ടു. ഹി വാസ് നോൺ ആസ് എ പ്രോഫറ്റ്, നോട്ട് ആസ് ആൻ അപ്പോസ്തോൽ. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം. അപ്പോസ്തോലിൽ നിന്ന് അവൻ അംഗീകരിക്കപ്പെട്ടു. പിന്നാണ് അവൻ പ്രവാചകൻ എന്നതിൽ നിന്ന് അപ്പോസ്തോലൻ എന്ന ശുശ്രൂഷയിലേക്ക് അവൻ്റെ അംഗീകാരം വളരുന്നത്. അപ്പോൾ അങ്ങനെ തെറുതി പിടിച്ച് എന്തും ചെയ്യില്ല, ആരെയും ഓർഡിനേഷൻ കൊടുക്കരുത്. അതിനെക്കുറിച്ചാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, വേഗത്തിൽ കൈവെക്കരുത്. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ശുശ്രൂഷയിൽ അപ്പോസ്തോലനാണെന്നോ പ്രവാചകനാണെന്നോ പാസ്റ്ററാണെന്നോ ഇവാഞ്ചലിസ്റ്റ് ആണെന്നോ എന്താകട്ടെ, ഓർ യു ക്യാൻ ഓർഡൈൻ സംബഡി ആസ് എ ടീച്ചർ, ഒരു ഉപദേഷ്ടാവായിട്ടോ അയാളെ വേർതിരിക്കാൻ പറ്റും. അതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തുള്ളതാണ്. പക്ഷേ സഭാ നേതൃത്വങ്ങൾ പലപ്പോഴും അതിന് മുതിരാത്തതിൻ്റെ കാരണം പാസ്റ്ററായിട്ടൊക്കെ ഓർഡിനേഷൻ കൊടുക്കും, ഇവാഞ്ചലിസ്റ്റായിട്ട് ഓർഡിനേഷൻ കൊടുക്കും.
ബാക്കിയൊക്കെ വലിയ ശുശ്രൂഷകളാണ്. അതിനുള്ള ധൈര്യം പലപ്പോഴും അത് കേൾക്കുന്നില്ലയോ? താങ്ക് യു ചീഫ്. എന്തോ പ്രശ്നമുണ്ട് വോയിസിന്. ക്രാക്ക് ചെയ്യുന്നുണ്ടോ? ക്രാക്ക് ചെയ്യുന്നില്ല, എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇല്ല, എന്തോ ഒരു സൗണ്ടിന് ഒരു പ്രോബ്ലം ആണ്. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ. ഓക്കെ ആണോ മോളെ? ഇപ്പൊ സൗണ്ട് വരുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ ഓക്കെ. ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല ഇല്ല, ഇപ്പം കുഴപ്പമില്ല. ഇല്ല, ഇപ്പം കുഴപ്പമില്ല. താങ്ക് യു ജീസസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഏത് ഓഫീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരാളെ ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ പുതിയ നിയമത്തിൽ പ്രവാചകൻ എന്നത് 5 5 ഫോൾഡ് മിനിസ്ട്രിയിൽ ഒരു മിനിസ്ട്രിയാണ് പുതിയ നിയമത്തിലെ പ്രവാചകൻ. ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ഇച്ചിരി സൗണ്ടിന് പ്രശ്നം വന്നായിരുന്നു. ഇപ്പൊ ഓക്കെ ഓക്കെ ആയോ? ഓക്കെ. പുതിയ നിയമത്തിലെ 5 ഫോൾഡ് മിനിസ്ട്രിയിൽ ഒരു ശുശ്രൂഷയാണ് പ്രവാചകൻ. അപ്പോൾ തന്നെ ഈ 5 ഫോൾഡ് മിനിസ്ട്രിയുടെ ഭാഗമായ പ്രവാചകനല്ലാതെ വേദപുസ്തകത്തിൽ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ 9 കൃപാവരങ്ങളിൽ ഒരു കൃപാവരമാണ് പ്രവചനം എന്ന് പറയുന്ന കൃപാവരം. ആ പ്രവചനം എന്ന കൃപാവരത്തിൽ ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പലപ്പോഴും വരുന്ന കൺഫ്യൂഷൻ എന്താണെന്നറിയാമോ? കൃപാവരങ്ങളുടെ ഭാഗമായി പ്രവചനാത്മാവ് പ്രാപിച്ചവരെ നമ്മൾ പ്രവാചകന്മാരെന്ന് വിളിക്കും. അത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. 9 കൃപാവരങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവചനവും 5 ഫോൾഡ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള പ്രവാചകനും രണ്ടാണ്. ഇത് ഞാൻ വളരെ അപകടകരമായൊരു സ്റ്റേറ്റ്മെന്റാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ പലരുടെയും കോമൺ കൺസെപ്റ്റ് അങ്ങനെ അല്ല. എന്റെയും ഒരു കൺസെപ്റ്റ്, എന്റെയും ഒരു ഇത് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നിയത്. കാരണം ഞാനും വിചാരിച്ചു ഈ പ്രവചനം, പ്രവാചകൻ ഇതെല്ലാം ഒന്നാണെന്നും. അപ്പം എനിക്കിതിനെ കുറിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങനെ എനിക്കൊരു അറിവില്ലായിരുന്നു. അപ്പം അപ്പോഴാണ് പറഞ്ഞത് അനോയിന്റിങ്ങിന്റെ ഒരു പാട്ട്, അത് രണ്ടും രണ്ട് ഇതായിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്കും കുറച്ചും കൂടെ വ്യക്തമായത്. ഇടയ്ക്കേ ഉള്ളൂ, ഒരു ചെറിയ ഗ്രെയിൻസ് ആണ് സൗണ്ടിൽ വരുന്നുണ്ട്. അത് ഇടയ്ക്കേ ഉള്ളായിരുന്നു, ഇപ്പം കുഴപ്പമില്ല. അതെ അതെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരി. എക്കോ അടിക്കുന്നുണ്ടെന്ന് പറയുന്ന വ്യൂവേഴ്സ്. ഇപ്പം ക്ലിയർ ആണ്, പറയാൻ. എനിക്ക് തോന്നുന്നു ഫിംഗറിൽ മൈക്ക് ഓൺ ആക്കുമ്പോഴാണെന്ന് തോന്നുന്നു.
ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ക്ലിയർ ആവുന്നില്ല അല്ലേ? അതെ അതെ, ക്ലിയർ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു? ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന കൃപാവരങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവാചകനും ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയിലെ പ്രവാചകനും രണ്ടാണ്. നമുക്ക് പറ്റുന്നൊരു പ്രശ്നം, കൃപാവരങ്ങളുടെ ഭാഗമായിട്ട് പ്രവചിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രവാചക ശുശ്രൂഷയുടെ പ്രവചനാത്മാവിൻ്റെ കൃപാവരം അവർക്കുണ്ട്. പക്ഷെ അവരെ പ്രവാചകന്മാരെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവർ റെഗുലറായിട്ട് പ്രവചിക്കണമെന്നില്ല. ആത്മാവിൽ ചിലപ്പോൾ ആ കൃപാവരത്തിൽ അവർ ചില പ്രവചനങ്ങൾ, ചില ദൂതുകൾ അവർ പറയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രവാചകൻ എന്ന ശുശ്രൂഷ, അംഗീകരിക്കപ്പെട്ട ശുശ്രൂഷ അവർക്കുണ്ടാകണമെങ്കിൽ പ്രവാചകൻ എന്ന ശുശ്രൂഷ അവർ തെളിയിച്ച പ്രവാചകനായി അവർ മാറിയിരിക്കണം. അപ്പോൾ കൃപാവരങ്ങളുടെ ഭാഗമായി പ്രവചിക്കുന്ന പ്രവാചകന്മാരും ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയിലെ പ്രവാചകനും രണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഫിലിപ്പോസിന്റെ പ്രവചിക്കുന്ന 4 കന്യകമാരുണ്ടായിരുന്നു. അവരെ പ്രവാചകിമാരായ 4 കന്യകമാരെന്നല്ല വിളിക്കുന്നത്, പ്രവചിക്കുന്ന കന്യകമാർ. പദപ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് പ്രവചനാത്മാവ് ഉണ്ടായിരുന്നു. നെസസറി അല്ല അവരെല്ലാ സമയത്തും അവർ പ്രവചിക്കുമെന്നുള്ളത്. നെസസറി അല്ല അവരെല്ലാ സമയത്തും അവർ ദൂത് പറയുമെന്നുള്ളത് നെസസറി അല്ല. എന്നാൽ പ്രവാചകൻ അങ്ങനല്ല. പ്രവാചകൻ പറഞ്ഞാൽ അച്ചട്ട, അങ്ങനെ തന്നെയാണ്. അവൻ്റെ ശുശ്രൂഷ ഉറപ്പിച്ച ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമുക്ക് പറ്റുന്നൊരു അപകടം. ആരെങ്കിലും ഒരാൾ ആത്മാവിൽ ഒരു ദിവസം പ്രവചിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ നമ്മൾ പ്രവാചകൻ എന്ന് വിളിക്കാൻ തുടങ്ങും. അതാ പ്രശ്നം. ഉദാഹരണം പറഞ്ഞാലേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ചിലർ പ്രാപിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പറഞ്ഞു, അവർ പ്രവചിച്ചു. പല സന്ദർഭത്തിൽ കാണുന്നുണ്ട് അവർ പ്രവചിച്ചെന്ന്. അപ്പോൾ ആ ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുന്ന സമയത്ത് അവരൊരു പക്ഷെ പ്രവചിച്ചെന്നിരിക്കും. പക്ഷെ അവർ പ്രവാചകൻ എന്ന കാറ്റഗറിയിലേക്ക് വന്നിട്ടില്ല. ആത്മാവിനാൽ ആ ഒരു ഒക്കേഷനിൽ അവർ പ്രവചിച്ചെന്നല്ലാതെ പ്രവാചകനെന്ന് വിളിക്കത്തക്കവണ്ണം ആ ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയുടെ ഭാഗമാണെന്ന് അവർ ഉറപ്പിക്കത്തക്കവണ്ണം തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ പ്രവചിക്കുന്ന ഒരു വ്യക്തി നാളെ ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയുടെ ഭാഗമായ പ്രവാചകനാണെന്ന് തെളിയിക്കപ്പെട്ടെന്നിരിക്കാം. ഇവിടെയാണ് നമ്മൾ സ്വല്പം കോഷ്യസ് ആകേണ്ടത്. നമ്മളെല്ലാവരും പ്രവാചകന്മാരെന്നുള്ള പട്ടം കൊടുത്ത് ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ഒരു ആത്മനിറവിൽ പറഞ്ഞ ഒരു ദൂത് വെച്ചുകൊണ്ട് ഒരാളെ പ്രവാചകൻ എന്നൊക്കെ വിളിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കോഷ്യസ് ആയിരിക്കണം ആ കാര്യങ്ങളിൽ. അവിടെ പലപ്പോഴും അബദ്ധം പറ്റുന്നത്. ഇന്ന് പ്രവാചനം ഒരാൾ പറഞ്ഞു, അത് ശരിയായി. നാളെ അവന് ദൂതില്ലെങ്കിലും നമ്മൾ പോയി അവനോട് പറയാം, പ്രാർത്ഥിച്ചിട്ട് ദൂത് പറയണം. അവൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. നമ്മൾ വിശ്വസിക്കും അവൻ പ്രവചനമാണ് പറഞ്ഞതെന്ന്. അവനും അറിയത്തില്ല അവൻ എന്താ പറഞ്ഞത്. കാരണം അവൻ പ്രവാചകനല്ല. അവൻ എന്നോ ഒരു ആത്മനിറവിൽ ഒന്ന് പറഞ്ഞത് ശരിയായി. പക്ഷെ നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചു. അവൻ പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ അവൻ്റെ പുറകെ എല്ലാ കാര്യത്തിനും പോവുകയാണ്. അപ്പം അവിടെയാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നറിയോ, അയ്യോ ഞാനൊരു പ്രവാചകനല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്കെന്തോ തോന്നും. അപ്പോൾ ദൂതില്ലെങ്കിലും പുള്ളി എന്തെങ്കിലും പറയും. അങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള തെറ്റായ ശീലങ്ങൾ പ്രചരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. പറഞ്ഞിട്ട് പോലെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഇതിനെ സംബന്ധിച്ചാണ്. അനോയിന്റിങ്ങിന് ഡിഫറെന്റ് ലെവൽസ് ഉണ്ടോ? ഇപ്പം പറഞ്ഞു അഭിഷേകം എന്ന് പറയുന്നത്. അപ്പം തന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം എന്റെ മദറിലോ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു, അവരുടെ നാട്ടിലുണ്ടായിരുന്നു പ്രവചിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ കൂടെ തന്നെ നടക്കുന്ന സ്ത്രീ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. അതായത് ഒരാളല്ല, ഇത് പറയുന്ന 2 വ്യക്തികളാണ്. ഒരാള് പ്രവചിക്കുന്നു, അടുത്തൊരാള് അതിന് അന്യഭാഷ പറയുന്നോ? ഒരാൾ അന്യഭാഷ പറയുന്നു, പ്രവചനമല്ല അന്യഭാഷ പറയുന്നു. അടുത്ത ആള് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ പൗലോസ് തന്നെ പറയുന്നില്ലേ, അത് ഒരാൾ അന്യഭാഷ പറയുന്നു, മറ്റൊരാൾ അതിനെ വ്യാഖ്യാനിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു പ്രവാചകന്മാരല്ല. അപകടം അവരെ രണ്ടുപേരും നമുക്ക് പ്രവാചകന്മാരെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ഒരാൾ അന്യഭാഷ പറയുന്നു, മറ്റൊരാൾക്ക് പ്രവചനപരമല്ല ഉള്ളത്, വ്യാഖ്യാനപരമാണ്. രണ്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അപ്പം അഭിഷേകം വരുന്നു അല്ലെങ്കിൽ അനോയിന്റിങ് കിട്ടിക്കഴിയുമ്പം ഓരോരുത്തർക്ക് പല രീതിയിലല്ലേ കിട്ടുന്നത്. അപ്പം ഒരാൾ ചിലപ്പം ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ പ്രശ്നമുണ്ട്. ഈ അഭിഷേകം എന്നുള്ള പദം തന്നെ നമ്മൾ തെറ്റായ സ്ഥാനത്താണ് ഉപയോഗിക്കുന്നത്. അനോയിന്റിങ് വേറെയാണ്, അഭിഷേകം എന്ന പദപ്രയോഗമാണ് തെറ്റ്. ഇപ്പം സ്റ്റെഫി അഭിഷേകം എന്ന് ഉപയോഗിച്ചത് എന്താണെന്നറിയാമോ?
ഹോളി സ്പിരിറ്റ് Atma, ബാപ്റ്റിസത്തിനാണ് അഭിഷേകം എന്ന് Holy ഉപയോഗിച്ചത് Spirit, അല്ലേ? yeah. ഹോളി സ്പിരിറ്റ് Yes. ബാപ്റ്റിസവും അഭിഷേകം രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് അറിയാത്തത് കൊണ്ട് Okay. കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അഭിഷേകം വേറെ, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം വേറെ. ഹോളി സ്പിരിറ്റ് ആത്മാഭിഷേകം. എന്റെ സൗണ്ട് ഓഡിയബിൾ ആണോ? അതെ അതെ, ഇപ്പൊ ഓഡിയബിൾ ആണ്. എൻ്റെ ഇന്റർഫേസിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എനിക്ക് എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നത് വളരെ ചെറിയ സൗണ്ട് ഔട്ട്പുട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണിക്കുന്നത്. എന്തോ ഒരു പ്രോബ്ലം അതിന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സൗണ്ട് സ്വല്പം കുറവാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കേൾക്കാമല്ലോ അല്ലേ? ഇല്ല ഇപ്പം കുഴപ്പം, കേൾക്കാം, വൃത്തിയായിട്ട് കേൾക്കാം. ചെക്ക് ചെയ്ത് മൈക്രോഫോൺ എടുത്തേക്കുന്നു. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞതെന്നറിയാം? അഭിഷേകം എന്ന പദവും ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്നതും രണ്ടാണ്. നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കേണ്ട പദം പരിശുദ്ധാത്മ സ്നാനം എന്ന പദമാണ്. വേണമെങ്കിൽ മറ്റൊരു പദം ഉപയോഗിക്കാം, ആത്മനിറവെന്ന പദം, പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന പദം. നമ്മൾ വിശ്വാസത്തിൽ വന്ന ശേഷം, സ്നാനപ്പെട്ട ശേഷം നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കുന്ന അനുഭവം, അതിനെ വിളിക്കേണ്ട ശരിയായ പേര്, ടെക്നിക്കലി തിയോളജിക്കലി ശരിയായ പദമെന്ന് പറയുന്നത് ആത്മനിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്നാണ്. ഇനി കേട്ടോണം, പരിശുദ്ധാത്മ സ്നാനം എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ്. പരിശുദ്ധാത്മ സ്നാനം എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ്. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒന്നാണ് അന്യഭാഷ. എന്നാൽ ചില സഭകളുടെയൊക്കെ ബൈലോ, ഭരണഘടനയിലൊക്കെ എഴുതിയിട്ടുണ്ട്, അന്യഭാഷയാണ് പരിശുദ്ധാത്മ നിറവിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം. പക്ഷേ അത് വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ഏകമെന്ന പദം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഏകമല്ല, പ്രധാനപ്പെട്ടത്, കോമൺ, എല്ലായിടത്തും വെളിപ്പെട്ട അടയാളമാണ് അന്യഭാഷ. വേദപുസ്തകത്തിൽ എവിടെയൊക്കെ അത് വെളിപ്പെട്ടു അവിടെയെല്ലാം അന്യഭാഷ പറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഏകമെന്ന പദമല്ല ഉപയോഗിക്കേണ്ടത്. അന്യഭാഷ പരിശുദ്ധ നിറവിൻ്റെ വളരെ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള അടയാളമാണ് അന്യഭാഷ. പക്ഷെ അതോടൊപ്പം തന്നെ പല അടയാളങ്ങളും ആ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ സംസാരിച്ചു. അൻ ഔട്ട്ബേസ്റ്റ് ഓഫ് പ്രൈസ്, ഒരു സ്തുതിക്കുന്ന, ആരാധിക്കുന്നതിൻ്റെ ഒരു ഔട്ട്ബേസ്റ്റ്, ഒരു വിസ്ഫോടനം, ഒരു പൊട്ടിത്തെറി, അല്ലേ? ആത്മനിറവിൻ്റെ അനുഭവം കിട്ടിയപ്പോൾ അവരെ സാധാരണ രീതിയിലല്ല, ആരാധനയുടെ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയാം. അൻ ഔട്ട്ബേസ്റ്റ് ഓഫ് പ്രൈസ് എന്നാണ് പറയുന്നത്. നോർമലി സ്തുതിക്കുകയല്ല, ആത്മനിറവിൽ സ്തുതിക്കുന്ന ഒരു അനുഭവം. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ പല അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ പ്രവചിച്ചു, ആത്മനിറവിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവചിച്ചു, ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ സംസാരിച്ചു. അപ്പോൾ ഏകമെന്ന പദം തെറ്റാണ് വേദപുസ്തക പ്രകാരം. ഏകമല്ല, ഒത്തിരി അടയാളങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ടതും കോമൺ ആയിട്ട് എല്ലായിടത്തും സംഭവിച്ച അടയാളമാണ് അന്യഭാഷ. ഏതിൻ്റേത്? ആത്മനിറവിൻ്റെ. ഏതിൻ്റേത്? പരിശുദ്ധാത്മാ സ്നാനത്തിൻ്റേത്. ഇതെല്ലാ ദൈവമക്കൾക്കും ഉള്ളത്. ഇനി അഭിഷേകം എന്താണെന്ന് വിശദീകരിക്കാം. അഭിഷേകമെന്ന് പറഞ്ഞാൽ ആത്മനിറവുമായിട്ട് അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും പരിശുദ്ധാത്മാവാണ് നൽകുന്നതെങ്കിലും ആത്മനിറവ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിറവാണ് ആത്മനിറവ്. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് അഭിഷേകം. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് അഭിഷേകം. പഴയ നിയമ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിട്ടുള്ളവരെ അഭിഷേകം ചെയ്യുമായിരുന്നു, അല്ലേ? ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരുടെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. ആത്മനിറവ് എല്ലാ വിശ്വാസിക്കുമുള്ളതാണ്. പക്ഷെ അഭിഷേകം അവർ ചെയ്യുന്ന ശുശ്രൂഷയുടെ അളവിനനുസരിച്ച, ഒരാൾ പ്രവാചകനാണെങ്കിൽ, ഒരാൾ അപ്പോസ്തലനാണെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ട അഭിഷേകം സ്വർഗം അവൻ്റെ മേൽ പകരും. അനോയിൻറ്റിങ് രണ്ടും രണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അഭിഷേകത്തിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തരും പ്രാപിച്ച അഭിഷേകത്തിൽ അവരുടെ ശുശ്രൂഷ എന്താണോ അതിൻ്റെ അളവിനനുസരിച്ചാണ് അവരുടെ മേൽ അഭിഷേകം വെളിപ്പെടുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലൊക്കെ അളവിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം എന്നാണ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിലും അത് പറയുന്നുണ്ട് 12-ാം അധ്യായത്തിൽ. കൃപാവരങ്ങൾ തുല്യമല്ല, ഓരോ അളവിനൊത്തവണ്ണമാണ് കൊടുക്കുന്നത്. എന്നാൽ ആത്മനിറവിൻ്റെ അനുഭവം, പരിശുദ്ധാത്മ സ്നാനം എല്ലാ വിശ്വാസികളുടെ മേലും ഒരുപോലെ പകരപ്പെടുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു വാക്യമില്ലേ, ആത്മാവ് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുന്നല്ലേ? അത് അനോയിന്റിങ്ങിനെ കുറിച്ച് ആണോ അതോ ആത്മനിറവിനെ കുറിച്ചാണോ? അല്ല, അത് കൃപാവരത്തിന്റെ കാര്യം പറയുമ്പോഴാണ് പറയുന്നത്.
പല അളവിൽ Okay, okay, കൊടുക്കുന്നത് okay. കൃപാവരവും ശുശ്രൂഷയുമാണ്. ശുശ്രൂഷയ്ക്കുള്ള നിയോഗം, Okay. ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകം, നിയോഗം എന്ന് വിളിച്ചോ, വിളിയെന്ന് വിളിച്ചോ, കൃപാവരം എന്ന് വിളിച്ചോ, അത് ആത്മാവ് പല അളവിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞത് കൊണ്ട് പറയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം, യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? അളവില്ല. അളവ് കൂടാതെ. അപ്പൊ കോൺട്രാഡിക്ടറി ആണ്. വേദവസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്ട് ചെയ്തോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം മേളിൽ മുതൽ വായിച്ചാൽ, എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന് അളവിനൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ദ മെഷർമെന്റ് ഓഫ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്, അല്ലേ, അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അളവിനൊത്തവണ്ണം. അപ്പോൾ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞ അളവില്ലാതെ, ഇവിടെ പറഞ്ഞ അളവിനൊത്തവണ്ണം. 12 പറഞ്ഞ അളവിനൊത്തവണ്ണം. ഈസ് ഇറ്റ് കോൺട്രാഡിക്ടറി ആണോ? അല്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് 2 ഡിഫറെന്റ് സബ്ജക്ട്സ്. എഫേസ്യർ 4-ാം അധ്യായത്തിന് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ there we can see fivefold ministry. Fivefold ministry അളവിനൊത്തവണ്ണമാണ്. എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല. ദൈവം ഒരുവൻ, ആത്മാവ് ഒന്ന്, പക്ഷേ ശുശ്രൂഷ വേറെ, അഭിഷേകം വേറെ. അവന് മേൽ പകർന്നിരിക്കുന്നത് അവൻ ഏത് മിനിസ്ട്രി ചെയ്യണം അതിന്റെ മെഷർമെന്റ് അനുസരിച്ച്, ദൈവത്തിന്റെ ദാനത്തിന്റെ മെഷർമെന്റ് അനുസരിച്ചെന്നല്ലേ? ഹലോ, ദൈവത്തിന്റെ ഏത് ശുശ്രൂഷ, ദാനം അവിടെ ഉപയോഗിക്കുന്ന ഗിഫ്റ്റ് എന്നാ. അത് കൃപാവരമാകാം, അത് ഫൈവ്ഫോൾഡ് മിനിസ്ട്രിയിൽ ഒരു മിനിസ്ട്രി ആകാം. എന്താ ദൈവം ഏൽപ്പിച്ചത് അതിനനുസരിച്ചുള്ള അളവ് അവന് കൊടുത്തേക്കത്. പക്ഷെ യേശു യോഹന്നാൻ 3-ൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തെ കുറിച്ചാണ്. അളവില്ലാതെ പരിശുദ്ധാത്മ നിറവ് അളവില്ലാത്ത ബാപ്റ്റിസമാണ്. വെള്ളത്തിലേക്ക് മുക്കുന്നതല്ലോ. ബാപ്റ്റിസം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതല്ലേ? വെള്ളത്തിലേക്ക് എങ്ങനെയാണ് മുക്കുന്നത് അതുപോലെ തീക്കകത്തേക്ക് മുക്കുക. ഏത് തീയ്? പരിശുദ്ധാത്മാവാകുന്ന തീക്കകത്തേക്ക് മുക്കുക. നമ്മൾ വെള്ളത്തിലേക്കൊന്ന് മുക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുഴുവൻ ദേഹവും വെള്ളമാകും, അല്ലേ? ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന ആ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നമ്മെ ബാപ്റ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ദേഹം മുഴുവൻ, നമ്മൾ മുഴുവൻ അഗ്നിയായി മാറുകയാണ്. ഇതാണ് റെവലേഷൻ, ഇതാണ് വെളിപ്പാട്. ഇത് ചെറിയ വെളിപ്പാടല്ല. പരിശുദ്ധാത്മാവ് അവിടെ ഇവിടെ ഇരിക്കുന്നതല്ല, അളവില്ലാത്തതുപോലെ ആ തീ നമ്മുടെ മേൽ കത്തിയിരിക്കുക. തീ പിടിക്കാത്തൊരു ഭാഗവുമില്ല, ആത്മാവിൻ്റെ തീ പിടിക്കാത്ത ഭാഗം. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. ആർക്ക്? എല്ലാ വിശ്വാസികൾക്കും. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം അവനെ മുക്കിയെടുക്കുന്നു, അവനെ മുക്കിയെടുക്കുന്നു. വെള്ളത്തിലേക്ക് മുക്കിയെടുക്കുന്നത് പോലെ തീയിലേക്ക് അവനെ മുക്കിയെടുക്കുന്നു. എന്നാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അളവ് വ്യത്യസ്തമാണ്. ബർന്നബാസിനെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക നിറവ് അനുഭവിച്ചെന്ന്. എല്ലാവർക്കും ഇല്ലാത്തൊരു നിറവ് എവിടെ? ബർന്നബാസിന്. അപ്പോൾ അളവ് വ്യത്യാസമുണ്ട്. ബർന്നബാസിൻ്റെ അളവ് വേറെയാ. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ മേശമേൽ ശുശ്രൂഷിക്കുവാനുള്ളവരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ആത്മാവിൻ്റെ നിറവുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സഭയിൽ എല്ലാവർക്കും ആ നിറവില്ല. അപ്പോൾ ആത്മാവിൻ്റെ ഒരു നിറവുണ്ട്, ആത്മാവിന് അളവുണ്ട്. ഇതൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്. നമുക്കുള്ള കൃപാവരങ്ങൾക്ക്, നമുക്കുള്ള അഭിഷേകത്തിന് പല ലെവലുണ്ട്. ഇനി നമ്മൾ കുശുമ്പോട് പറയേണ്ട എല്ലാവർക്കും ഒരു ലെവലാണ്. അതൊക്കെ നമ്മുടെ കുശുമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ചിന്തയാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവൻ്റെ ലെവൽ വേറെയാണെന്ന്. ആ അപ്പോസ്തലൻ്റെ, ആ പ്രവാചകൻ്റെ, ആ ശുശ്രൂഷകൻ്റെ ലെവൽ വേറെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ അവനെ നമ്മുടെ പോലെ അങ്ങ് ഈക്വലാക്കി അങ്ങ് ചിന്തിക്കുകയാണ്. ഈ അപകടം നമ്മുടെ പല മേഖലയിലും ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, പുരോഹിതൻ്റെ 3 ശുശ്രൂഷകൾ, പുരോഹിതൻ്റെ 3 ശുശ്രൂഷകൾ പഴയ നിയമത്തിൽ നിന്ന്. അതിനോട് ബന്ധപ്പെടുത്തിയൊരു കാര്യം ഞാൻ പറയാം. നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാണ്, അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. അത് വെച്ചോണ്ട് നമ്മൾ സാധാരണ പറയാറില്ലേ, വിശ്വാസികളിൽ വലിയവനും ചെറിയവനും നമ്മളെല്ലാം പുരോഹിതന്മാരാണ്. അങ്ങനല്ല. വിശ്വാസികളിൽ അപ്പോസ്തലന്മാരുണ്ട്, വിശ്വാസികളിൽ പാസ്റ്റർമാരുണ്ട്. പിന്നെ ഈ രാജകീയ പുരോഹിതന്റെ വർഗമാണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? വളരെ സിമ്പിൾ.
പുരോഹിതൻ്റെ 3 ജോലികൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ആ 3 ജോലികൾ പുതിയ നിയമസഭയിലെ എല്ലാ വിശ്വാസിക്കും ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ആ 3 ജോലി എന്തായിരുന്നു? ഒന്ന്, യാഗപീഠത്തിന്മേൽ കയറുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ യാഗപീഠം, ക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൽ നിന്ന് ഭക്ഷിപ്പാനുള്ള അനുവാദം, ക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തിരുവത്താഴം എടുക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട്, രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട്. രണ്ടാമത് പിന്നെന്താ പറഞ്ഞത്? ധൂപം കാട്ടുക, വർഷിപ്പ് ചെയ്യാനുള്ള അനുവാദം അല്ലേ. മൂന്നാമത് എഫോദ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്റർസീഡ് ചെയ്യാനുള്ള അനുവാദം. ഈ 3 കാര്യം എല്ലാ വിശ്വാസിക്കുമുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ വിശ്വാസിയും പാസ്റ്ററായെന്നല്ല. നമ്മുടെ ഇടയിലുള്ള അപകടങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ വാദിക്കും, അങ്ങനെ പ്രത്യേകിച്ച് പാസ്റ്റർമാർക്ക് കൊമ്പൊന്നുമില്ല, നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗം. അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പുതിയ നിയമസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന ശ്രേഷ്ഠ അധികാരങ്ങളുണ്ടെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നു. അപ്പോസ്തോലിൻ്റെ അധികാരമുണ്ട്, അപ്പോസ്തോലിക് അതോറിറ്റി ഉണ്ട്. അപ്പോസ്തോലിനും സാമാന്യ വിശ്വാസി എല്ലാ രാജകീയ പുരോഹിത വർഗവും. പക്ഷേ ശുശ്രൂഷയിൽ ദൈവം വെച്ചിരിക്കുന്ന ലെവലും അധികാരമുണ്ട്. അതിനെ നമ്മൾ അക്നോളജ് ചെയ്യണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം. സഭയിൽ ചിലരെ പ്രവാചകന്മാരായിട്ടും ചിലരെ അപ്പോസ്തലന്മാരായിട്ടും ചിലരെ ഉപദേഷ്ടാക്കന്മാരായിട്ടും ദൈവം നിയോഗിച്ചിരിക്കുക. അപ്പോൾ അവരുടെ ലെവൽ നമ്മുടേതാണെന്ന് വാദിക്കാൻ പോകണ്ട, അത് അപകടമാണ്. നമ്മത് ഉൾക്കൊള്ളണം. അവരുടെ ശുശ്രൂഷയിൽ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവരുടെ ശുശ്രൂഷയിൽ ദൈവം അവരെ ഉയർത്തിയിരിക്കുന്നു. നാം അവരെ എന്ത് ചെയ്യണം? അവരുടെ ആത്മീയ അധികാരത്തെ നാം അംഗീകരിപ്പാനിടയായിത്തീരണം. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ. ഓക്കെ, സ്വല്പം കട്ടിയല്ലേ? സ്വല്പം കട്ടിയ, എനിക്കറിയാം ഇത് സ്വല്പം കട്ടിയാന്നുള്ളത്. കാരണം നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ അതിന്റെ വിപരീതമായിട്ടൊരു കാര്യം കേൾക്കുമ്പോഴേ അതാ വേറൊരു വ്യൂവില് കേൾക്കുന്നു. അത് പക്ഷെ നമുക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മളീ അതെന്താന്നറിയാമോ, നമ്മൾ ഈ കൊച്ചിലെ മുതൽ കേട്ട് വരുന്ന നമ്മളിങ്ങനെ മനസ്സിലാക്കി ഓക്കെ എന്റെ ഇത് വ്യൂ ഇതാണെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു വെച്ച കാര്യത്തിന് വിപരീതമായിട്ട് വേറൊരു കാര്യം കേൾക്കുന്ന പോലെയൊക്കെ നമുക്ക് ചിലപ്പം തോന്നും. പ്രശ്നം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് കൊടുക്കുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്, ഒരു ഫ്രീഡമുണ്ട്. വി ഗിവ് പീപ്പിൾ ടു ഇന്റർപ്രറ്റ് ബൈബിൾ ദംസെൽഫ്. അവർക്ക് തന്നെ വേദപുസ്തകം വ്യാഖ്യാനിക്കാനുള്ള അനുവാദം കൊടുക്കും പെന്തക്കോസ്തുകാർ. അത് പെന്തക്കോസ്റ്റൽ സഭകളുടെ പ്രത്യേകതയാണ്. എന്നാൽ കൾട്ട് ഗ്രൂപ്പുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ദേ വിൽ നോട്ട് അലൗ ദെയർ ഫോളോവേഴ്സ് ടു ഇന്റർപ്രറ്റ് ദംസെൽഫ്. അവർ തന്നെ വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കത്തില്ല. ലീഡർ എന്ത് പറയുന്നത് അത് പഠിച്ചാൽ മതി. പക്ഷേ പെന്തക്കോസ്തിൻ്റെ ഗുണം, പെന്തക്കോസ്ത് എല്ലാ ദൈവമക്കളും തന്നെത്താൻ വേദപുസ്തകം പഠിക്കാൻ അനുവാദം കൊടുക്കുന്നു. അതുകൊണ്ട് എന്താണെന്നറിയാമോ, 100 പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ 100 തിയോളജി അവർക്ക്. അവരെല്ലാം അവരുടേതാകുന്ന സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് അവരൊരു തിയോളജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ലേമാൻസ് തിയോളജി എന്ന് വിളിക്കാം. അവർ തന്നെ കണ്ടുപിടിച്ചൊരു തിയോളജി. അത് ശരിയാകണമെന്നില്ല. അവരങ്ങനെ പറഞ്ഞ് അതങ്ങ് പഠിച്ച് തലമുറയെ ആളുകളെല്ലാം അത് പഠിപ്പിച്ച് പല മിസ്കൺസെപ്റ്റ്സും നമുക്കുണ്ടായിപ്പോയി. നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, ഞാനും അനുഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ വേദപുസ്തകം പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ പണ്ട് ചിന്തിച്ച് വെച്ച പല കാര്യങ്ങളും തെറ്റാന്ന് പിന്നെ മനസ്സിലാവും. നമ്മൾ ഒത്തിരി പ്രസംഗിച്ച പ്രസംഗം പിന്നെ എന്ത് ചെയ്യണമെന്നറിയാം. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് പ്രസംഗിച്ച പ്രസംഗം ഇന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. കാരണം അന്നത്തെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ശരിയായിരുന്നു. പക്ഷേ ഇന്ന് വേദപുസ്തകം കൂടുതലും പഠിച്ചപ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടി. അന്ന് ഞാൻ പ്രസംഗിച്ചതുപോലെ അല്ല സംഗതി, അന്ന് പ്രസംഗിച്ചത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഇന്ന് ആ പ്രസംഗം പോയി. ആ പ്രസംഗം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്തു, ക്ലാരിറ്റി വന്നു, അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഇതെല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴങ്ങനെ മുന്നോട്ട് പഠിക്കുമ്പോഴും നമ്മുടെ പല കൺസെപ്റ്റും തെറ്റാണെന്നും വേദപുസ്തകം എഴുതിയത് എന്താണതിൽ ശരിയായിട്ടുള്ളതെന്നുള്ളൊരു വ്യക്തത നമുക്കുണ്ടാകാനിടയായിത്തീരും. അത് സ്വാഭാവികമാണ്, നമുക്കെല്ലാം ഉണ്ടാകുന്ന കാര്യമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോഗ്രഷൻ. ഇതൊരു വളർച്ചയാണ് കേട്ടോ. ഇതൊരു വളർച്ചയാണ്. നമ്മളൊരു പുതിയ ലെവലിലേക്ക് വളരുകയാണ്. വേദപുസ്തക അറിവിന്റെ ഒരു പുതിയ ലെവലിലേക്ക് വളരുകയാണ്. ഓക്കെ. ഇനി നമ്മൾ ലാസ്റ്റിൽ ഇപ്പം അയച്ച വ്യൂവർ ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ അയച്ചത് വെച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമുക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രവചനത്തെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രവാചകൻ ഇനി ഭാവി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് നമ്മളെ നമ്മളെ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഗുണീകരിക്കുന്നതുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ഭാവിയെ കുറിച്ച് ഇപ്പം ഒരു ജോലിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നതിന് മുമ്പേ നമ്മളൊരു പ്രവാചകനെ പോയി കാണുന്നത് ശരിയാണോ? അതായത് വേർഡ്ലി തിങ്സ്, അതായത് ജോലി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച്
അത് ദൈവഹിതമാണോ എന്നറിയാൻ നമ്മൾ പോയി പ്രവാചകന്മാരെ കാണുന്നത് കറക്റ്റ് ആണോ, അതോ അതങ്ങനെ കാണാമോ വളരെ എന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ചോദ്യമാണ്. അത്യാവശ്യം അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മളൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നേരിടുന്നവരാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ അങ്ങനെ ഒരു പ്രവാചകനെ കാണാൻ പോകുന്നതിലും നല്ലത് ദൈവസന്നിധി പ്രാർത്ഥിച്ച് കർത്താവ് എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ സെൻഡ് എ പേഴ്സൺ ടു മീ, ഗോഡ് വിൽ സെൻഡ് ഹിസ് മെസ്സഞ്ചർ. ദൈവം ഒരു വ്യക്തിയെ, ദൈവത്തിൻ്റെ ഒരു പ്രവാചകനെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. അപ്പോൾ നമ്മുടെ വിഷയത്തിന് കൂടുതൽ കൺഫർമേഷൻ കിട്ടി. എന്നാൽ നമ്മൾ പ്രവാചകനെ കാണാൻ പോകുമ്പോൾ ഒരു അപകടം എന്താണെന്നറിയാം. നമ്മളൊരു പ്രവാചകൻ ഇടയ്ക്ക് ചെന്നിട്ട് പറയുന്നു, ദേവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിക്കും, എന്താ ബ്രദറെ വിഷയം? അപ്പോൾ നമ്മൾ പറയും, അതെ എനിക്ക് ഖത്തറിലേക്കൊരു വഴിയുണ്ട്, ദുബൈയിലേക്കൊരു വഴിയുണ്ട്, ഇതിലേത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളി കണ്ണടച്ച് തുറന്നിട്ട് പറയും, ആ ദുബൈക്ക് പോയിക്കോളാൻ പറയും. പക്ഷേ ദൈവം നമ്മളെ ഖത്തറിൽ അയക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പുള്ളി രണ്ടിലൊന്നങ്ങ് പറയും. പിന്നത്തൊരു അപകടം, നമ്മൾ മുഴുവൻ ഇൻഫർമേഷനും അദ്ദേഹത്തോട് കൊടുക്കുകയാണ്. എന്നാൽ നമുക്കൊരു പ്രവാചകൻ ഇടയ്ക്ക് ചെന്നിട്ട്, ദേവദാസന് എനിക്കൊരു വിഷയമുണ്ട്, വിഷയം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹം പറയും, വലിയ ബുദ്ധിമുട്ടാന്ന്, ദൈവം എനിക്കൊന്നും വെളിപ്പെടുത്തിയില്ലെന്ന് പറയും. സംഭവം എന്താ? അദ്ദേഹത്തിന് കാര്യം അറിഞ്ഞില്ല. കാര്യം പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്. ശരിക്കും നിങ്ങൾക്ക് ദൂത് കേൾക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രവാചകൻ എടുക്കെ പോകുന്നെങ്കിൽ നിങ്ങൾ കാര്യം റിവീൽ ചെയ്യരുത്. അദ്ദേഹം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ വിവേചിച്ച് നിങ്ങളുടെ വിഷയത്തെ വെളിപ്പെടുത്തട്ടെ. അങ്ങനെ വെളിപ്പെടുത്തും. അങ്ങനെ സംസാരിക്കുന്നവനാ നമ്മുടെ ദൈവം. ഇനിയും ചില സൂത്രക്കാരായ ഈ പറഞ്ഞ പ്രവാചകനെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്നവരുടെ ഒരു അടവുണ്ട്. അവരോട് നമ്മൾ കാര്യം പറഞ്ഞില്ലെങ്കിൽ അവർ പറയും, ബ്രദർ 2 വാക്ക് പ്രാർത്ഥിച്ചാട്ടെന്ന് പറയും. നമ്മുടെ ചിന്ത എന്താണെന്നറിയാം, നമ്മളെ സമർപ്പിക്കാൻ വേണ്ടി ഈ പുള്ളി ഇത് പറയുന്നെന്നാ. അപ്പം നമ്മൾ അയ്യോ പാവി, നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ വിഷയം അങ്ങ് പറയും. കർത്താവേ, നിനക്കറിയാമല്ലോ ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി വിഷമിക്കുകയാണ്. അപ്പോൾ പ്രവാചകന് ഒരു ഹിന്റ് കിട്ടി എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം പ്രാർത്ഥിക്കുക, കർത്താവേ നിനക്കെൻ്റെ വിഷയം അറിയാം, ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു, എൻ്റെ കുറവുകളെ ക്ഷമിക്കണം, ഈ ദേവദാസനിലൂടെ എന്നോട് സംസാരിക്കണം. അദ്ദേഹം പിന്നെയും വിട്ടുപോയി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വൈഫും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു വളരെ പ്രസിദ്ധനാകുന്ന ഒരു ദേവദാസൻ ബോംബെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനിടയ്ക്ക് ചെന്നു. ഞങ്ങളുടെ സഭയിൽ തന്നെ വന്നപ്പോൾ എല്ലാവരും പോയി പ്രാർത്ഥിപ്പിക്കുക. അപ്പോൾ ഞങ്ങൾ 2 പേരും പ്രാർത്ഥിക്കാൻ മുന്നോട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ പ്രാർത്ഥന വിഷയം? ഞങ്ങളോട് പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയമൊന്നുമില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സാൻഡിയോട് ചോദിച്ചു, എന്ത് ജോലി ചെയ്യുന്നത്? അവൾ പറഞ്ഞു, നേഴ്സാണ്. അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളെ വിദേശത്തേക്ക് പോകാൻ വഴി തുറക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ ഇവിടെ വന്ന് നിന്നത് ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള വഴിക്ക് വേണ്ടിയല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് എന്ന് ഇറങ്ങണമെന്നറിയാനാണ്. ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗം കിട്ടുമോ ഇല്ലയോ എന്നറിയാനാണ് അവിടെ വന്ന് നിന്നത്. അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹം ചിന്തിച്ചത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നേഴ്സ്, ബോംബെ താമസിക്കുന്നു, അവർക്ക് എന്താ അടുത്ത സ്റ്റെപ്പ്? അവർക്ക് എവിടെയെങ്കിലും വിദേശത്ത് പോകാം. ഇത് ഊഹിച്ചുള്ളൊരു ഏറാ കേട്ടോ. ഇത് നമ്മൾ ആരാന്ന് പറഞ്ഞിട്ട് ഊഹിച്ചെറിയുക, അതൊന്നും പ്രവചനമല്ല. അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ അടുക്കൽ പോകല്ലേ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ചോദ്യം ചോദിച്ച വ്യക്തി ആരാണെങ്കിലും വളരെ ശാന്തമായിട്ട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിങ്ങളോട് സംസാരിക്കുവാൻ മറ്റാരേക്കാൾ അധികമായി ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കത് അറിയണമെന്നുള്ള ആഗ്രഹമില്ല, അതിലധികമായി ദൈവത്തിന് നിങ്ങളോട് അത് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. God do not want you to live in confusion. നിങ്ങൾ കൺഫ്യൂസ്ഡായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. സോ വെയിറ്റ്. നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയും, കർത്താവ് 2 ദിവസം ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, നീ മറുപടി തന്നില്ല, 3ാമത്തെ ദിവസം ഞാൻ എൻ്റെ വഴിക്ക് പോകും. അങ്ങനെയല്ലേ നമ്മൾ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഹാവ് ദാറ്റ് പ്രോബ്ലം. നമ്മൾ ദൈവത്തെ അറിയാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാം. നമ്മളൊരു തോല് വിരിക്കും. നമ്മൾ പറയും, കർത്താവ് 2 ദിവസത്തിനകം നീ എന്നോട് സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യും. അതല്ല ദൈവഹിതം അറിയാനുള്ള പ്രാർത്ഥന. അൺടിൽ ആൻഡ് അൺലെസ് ദൈവം സംസാരിക്കുന്നിടം വരെ ഞാൻ മൂവ് ചെയ്യത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ചിലപ്പോൾ 8 ദിവസമാകാം, ചിലപ്പോൾ 10 ദിവസം, ചിലപ്പോൾ 6 മാസമാകാം. യു വെയിറ്റ് ആൻഡ് പ്രേ. ദൈവം നിങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തിയെ അയക്കും, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ അയക്കും, അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഒരു സ്വപ്നം തരും, അല്ലെങ്കിൽ ഒരു വചനം തരും. വിവിധ രീതിയിൽ ആ തന്ന ദൂതിനെ ദൈവം കൺഫേം ചെയ്ത് തരും. ഉറപ്പാണ്, 101% ഉറപ്പാണ്. ദൈവം അറിയുക എന്നുള്ളത് തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ് കേട്ടോ. ഹൗ ടു നോ ദ വിൽ ഓഫ് ഗോഡ്. ദൈവം അറിയുക, അത് വലിയ സബ്ജക്റ്റ്, അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു പ്രവാചകൻ്റെ അടുക്കൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പോയാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയല്ല. ഒരു മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവിനോട് സംസാരിക്കണം എന്ന് പറയുക. നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാൻ നിയോഗമുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ദാറ്റ് ഫെലോ ഈസ് എ ട്രൂ പ്രോഫറ്റ്, എ ജെനുവൻ പ്രോഫറ്റ്, ദൈവം ആ വ്യക്തിയിലൂടെ സംസാരിക്കും. ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, നിശ്ചയമായിട്ട് സംസാരിക്കും. പ്രവചന ശുശ്രൂഷ ഞാൻ കൊച്ചാക്കുകയല്ല. കർത്താവിൻ്റെ കൃപയാൽ
94 മുതൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലൂടെയാണ് ഞാൻ ശുശ്രൂഷയിൽ വന്നത്. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലങ്ങൾ കൃപാവരങ്ങളുടെ ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ കണ്ടുള്ള ശുശ്രൂഷ. ഇന്നും ഞാനത് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഈ എന്താ പറയുക എക്സ്പോസിഷൻസ്, എൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ല ഇയാൾ കൃപാവരങ്ങൾക്കൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയല്ല. ഞാൻ കൃപാവരങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസനാണ്. വെളിപ്പാടുകളും ദർശനങ്ങളിൽ നിന്നും ശുശ്രൂഷിക്കുന്ന, അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിക്കുന്ന, അഭൗമികമാകുന്ന സൂപ്പർ നാച്ചുറൽ ആകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടാത്മാക്കൾ അല്ലേ, ഭൂതശാന്തി എന്നൊക്കെ പറയത്തില്ലേ. കർത്താവിൻ്റെ കൃപയിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അനേക പൈശാചിക ബന്ധനങ്ങളുള്ളവർ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് വിടുതൽ പ്രാപിക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപകടമുള്ള മേഖലയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മുഴങ്കാൽ മടക്കുക. നിങ്ങൾ യേശുവിൻ്റെ മകനാണ്, മകളാണ്. അപ്പൻ മക്കളോട് സംസാരിക്കും, അപ്പൻ മക്കളോട് ഇടപെടും, 100% ഇടപെടും. ദൈവം സംസാരിക്കുന്നു. ബിൽഡ് എ റിലേഷൻ വിത്ത് ഗാഡ്. ദൈവമായിട്ടൊരു ഒരു ബന്ധമുണ്ടാക്കുക. കെയർ ഓഫ് ബന്ധമല്ല, ആ കെയർ ഓഫ് പാസ്റ്ററുടെ ആവശ്യം വരുന്നില്ല. ഇനിയും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളത് കേൾക്കുന്നില്ലെങ്കിൽ, God will send somebody to you. നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവം ആരെങ്കിലും അയക്കും. അപ്പോൾ അത് വലിയ കൺഫർമേഷനില്ല. നിങ്ങൾ ഒരാളെ തേടിപ്പോകാതെ ഒരുത്തനെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ അത് അത്ര വലിയ കൺഫർമേഷനാണ്. അങ്ങനെ സംഭവിക്കുന്നേ. ഇന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കാട്ടെ, ദൈവം സംസാരിക്കും. പക്ഷേ സംഭവം ഇത്രയേ ഉള്ളൂ, നമുക്ക് വലിയ ക്ഷമ വേണം. നമ്മൾ ക്ഷമയോട് കാത്തിരിക്കണം. നമ്മൾ ദൈവം മിണ്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നുള്ളൊരു പ്രകൃതക്കാരനാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാസ്റ്റർ. യാ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ സെറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പേഷ്യൻസ് ആയിട്ട്, ഇതാണ് എനിക്ക് പറയാനുള്ള വാക്ക്, വളരെ ക്ഷമയോടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും, ഇപ്പം ചെറുതായിട്ട് നമ്മൾ പറയില്ലേ കാശ് കൊടുത്ത് വാങ്ങുന്ന കൃപാവരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിമിയോൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് പറഞ്ഞു. അപ്പൊ ആ വേർഡ് ഇപ്പൊ നമ്മുടെ മനസ്സിൽ നിൽക്കണം എന്നില്ല, സിമോണി. അപ്പം ആ വേർഡ് നിൽക്കാൻ വേണ്ടി അത് എന്തുകൊണ്ട് ആ വാക്ക് വന്നു, അത് സൈമൺ എന്ന് പറയുന്ന പേരിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റും കൂടെ പറഞ്ഞു തന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ വളരെ എന്താ പറയാ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത്, വളരെ നീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ തന്നതിന് താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഇനിയും ധാരാളമായി ഒത്തിരി കാര്യങ്ങൾ മിനിസ്ട്രിയിലെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇനി എന്തെങ്കിലുമൊക്കെ വിഷയം കിട്ടുമ്പം ഇനിയുള്ള ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പാസ്റ്ററിനെ വിളിക്കാം. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. താങ്ക്സ് ഫോർ ജോയിനിങ്. അപ്പം അപ്പം ഞാൻ വിചാരിക്കുന്നു ഇന്ന് കേട്ടതെന്നും ക്വസ്റ്റ്യൻ ചോദിച്ചതുമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി മെസ്സേജ് ചെയ്യുക, ഞങ്ങൾ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്മുടെ പേജിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വേറെ ഡിസ്കഷൻ സെഷൻ വെക്കുന്നതായിരിക്കും. ആൻഡ് എനിക്കും ഇത്രയും പറയാനുള്ളൂ. ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വാക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം ബൈബിളിൽ ഏതൊരു ഇതെടുത്ത് നോക്കിയാലും നമ്മൾ ആൾക്കാരുടെ ഇന്ന ആളിന് ഇന്നത് ലഭിച്ചു അല്ലെങ്കിൽ ഇന്ന ആളിന് ഇന്നതായി എന്നൊക്കെ പറയുമ്പോൾ അതിനിടയ്ക്കുള്ള ടൈം ഗ്യാപ്പ്, ആ ഒരു പേഷ്യൻസ് നമ്മൾ ഒരിക്കലും കാണാറില്ല അല്ലെ. ഒരാള് ആ ഒരു കാര്യം ലഭിക്കുന്നതിനുള്ള ഒരു ഗ്യാപ്പ് പീരീഡ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് പീരീഡ് വളരെ വലുതായിരിക്കും. അപ്പം അതൊക്കെ നമ്മൾ ആ പേഷ്യൻസോടെ നിന്ന് നമ്മുടെ ഏത് കാര്യത്തിലായാലും നല്ല ക്ഷമയോടെ നിന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യാനുള്ള കൃപയും ആ ഒരു ഇതും ദൈവം ഈ നാളുകളിൽ ഈ പീരീഡിൽ ദൈവം നമുക്ക് തരട്ടെ. എന്റെ ഒരു ഇതില് ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ദൈവത്തോട് അടുക്കുവാനും കൂടുതൽ ദൈവകാര്യങ്ങൾ ദൈവത്തോട് നിന്ന് പഠിക്കുവാനും ഉള്ളൊരു പീരീഡായിട്ട് കാണുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓടിയതും അധ്വാനിച്ചും ഒന്നും വെറുതെ ആവാതെ എല്ലാം ദൈവനാമഹത്വത്തിനായി തീരട്ടെ. ഇന്നത്തെ സെഷൻ വളരെ അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.